ഹായ് എല്ലാവർക്കും നമസ്കാരം. GK സിംപ്ലിഫൈഡിന്റെ പുതിയൊരു സെഷനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഏൻഷ്യൻ ഹിസ്റ്ററിയിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഒരു പോർഷനാണ് മഹാജനപദങ്ങൾ എന്ന് പറയുന്നത്. മഹാജനപദങ്ങളെ പറ്റി ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ 16 മഹാജനപദങ്ങളുണ്ട്. ഈ മഹാജനപദങ്ങൾ ഇവരുടെ ക്യാപിറ്റൽസ്, തലസ്ഥാന നഗരികൾ അറിയണം. അവരുടെ പ്രസന്റ് ഡേ ലൊക്കേഷൻ ഏത് സ്റ്റേറ്റിലാണ് വരുന്നത് റഫ്ലി നമ്മൾ അറിയണം. പിന്നെ ഈ ഒരു 1-2 വർഷം മുന്നേ UPSC സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് ഇതിലൂടെ ഒഴുകുന്ന നദികളെ പറ്റിയും നമ്മളോട് ചോദിച്ചു. അതുകൊണ്ട് ആ സാധനവും SSCRRB അഡോപ്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അടിപൊളിയായിട്ടുള്ള ഒരു കോഡിലൂടെ പഠിക്കുക എന്നുള്ളതാണ് ഈ ഒരു സെഷന്റെ ഉദ്ദേശം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മാപ്പുകൾ, ഇതിന്റെ ജോഗ്രഫി നോക്കുമ്പോഴാകട്ടെ, ഹിസ്റ്ററി നോക്കുമ്പോഴാകട്ടെ, ക്യാപിറ്റൽ സിറ്റി നോക്കുമ്പോഴാകട്ടെ, ആവശ്യമായിട്ടുള്ള മാപ്പുകൾ മുഴുവൻ ഞാൻ ഈ ഒരു കണ്ടന്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. കണ്ടന്റ് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അവൈലബിൾ ആയിരിക്കും കേട്ടോ. ഈ ഒരു PDF നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് നോക്കി തുടങ്ങാം. ഇതാണ് ഒന്നാമത്തെ മാപ്പ്. ഓക്കെ, 600 BC എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 6th സെഞ്ച്വറി BC അല്ലെങ്കിൽ 5th സെഞ്ച്വറി BC കാലഘട്ടത്തിൽ വളർന്നു വന്ന മഹാജനപദങ്ങൾ 16 ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററി ഏകദേശം ഒരു ഓർഡർ ആവുമെന്ന് നമുക്കറിയാം. സ്റ്റോൺ ഏജ് എന്ന് പറയുന്ന കാലഘട്ടം, പാലിയോലിത്തിക്, മീസോലിത്തിക്, നിയോലിത്തിക് കാലഘട്ടം. അത് കഴിഞ്ഞിട്ടാണ് മെറ്റൽ ഏജിലേക്ക് പോകുന്നത്. സോ നിയോലിത്തിക് കഴിയുന്നു, ചാൽക്കോലിത്തിക്കിലേക്ക് പോകുന്നു. ചാൽക്കോലിത്തിക്കിന് ശേഷം കോപ്പർ ഉപയോഗിക്കുന്നു, കോപ്പർ ഏജ്, കോപ്പറിന് ശേഷം ബ്രോൺസ് ഉപയോഗിക്കുന്നു, ബ്രോൺസ് ഏജ്, പിന്നീടാണ് അയൺ വരുന്നത്, അയൺ ഏജ്. ഈ അയൺ ഏജ് കാലഘട്ടത്തിൽ, അതായത് അയൺ ഏജ് കാലഘട്ടത്തിൽ ഇരുമ്പ് ഉപയോഗിക്കാൻ തുടങ്ങിയ മനുഷ്യന്മാരാണ് ജനങ്ങളിൽ നിന്നും ജനപദങ്ങളാകുന്നതും മഹാജനപദങ്ങളാകുന്നതും. ഇതാണ് ബ്രീഫ്ലി പറയുന്ന കഥ. 16 മഹാജനപദങ്ങൾ ഉണ്ടായിരുന്നു. അതിലെ ഏറ്റവും പ്രോമിനന്റ് ആയിട്ട് പിൽക്കാലത്ത് വളർന്നു വന്നതാണ് മഗധ എന്ന് പറയുന്ന മഹാജനപദ. ഈ മഗധയാണ് ഇങ്ങനെ വളർന്ന് മൗര്യന്മാരുടെ കാലഘട്ടത്തിൽ ഒരു വലിയ പാൻ ഇന്ത്യൻ എംപയർ ആയിട്ട് മാറിയത്. അപ്പോൾ ആ മഹാജനപദങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. കുറെ കൂടെ ക്ലാരിറ്റി ഉള്ള ഒരു മാപ്പ് കൂടെ തന്നിട്ടുണ്ട്. നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഈ മഹാജനപദങ്ങളിൽ മെജോറിറ്റിയും ഈ ഭാഗത്ത് ഫോക്കസ് ചെയ്യുന്നത്. ഈ ഭാഗം എന്ന് പറയുമ്പോൾ അത് ഗംഗയാണ് അല്ലേ, ഗംഗയുടെ ഭാഗമാണ്. അപ്പൊ ഗംഗയും അതിന്റെ പോഷക നദികളും ഉള്ള ഭാഗത്താണ് മഹാജനപദങ്ങളെ കൂടുതൽ കാണാൻ സാധിക്കുന്നത്. 16 മഹാജനപദങ്ങളിൽ 10ഓളം കാണാൻ സാധിക്കുന്നത് എവിടെയാ? ഉത്തർപ്രദേശ്, ബീഹാർ ഭാഗത്ത്. നോക്കിയേ, ഉത്തർപ്രദേശ്, ബീഹാർ ഭാഗത്ത്. കുറച്ച് മാറി മധ്യപ്രദേശിൽ നമുക്ക് കാണാം. കുറച്ചുകൂടെ മാറി സൗത്തില് അസ്മാക്കയെ കാണാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. സദേൺ മോസ്റ്റ് മഹാജനപദ മഹാരാഷ്ട്രയിൽ കാണുന്ന. ഏറ്റവും കിഴക്കേ അറ്റത്ത് കാണുന്നത് നമുക്കറിയാം അങ്ക. ഇതൊക്കെ നമ്മൾ പഠിക്കൂട്ടോ. അങ്ക ഏറ്റവും കിഴക്കേ അറ്റത്ത്. അപ്പൊ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗംഗയുടെ തീരത്ത്, എടുത്തു പറഞ്ഞാൽ ഉത്തർപ്രദേശ്, ബീഹാർ ഭാഗത്ത്. ഇന്നത്തെ ഇന്ത്യയുടെ വെളിയിലും നമുക്ക് കാണാൻ സാധിക്കും. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഗാന്ധാര എന്നും കാംബോജോ എന്നും പേരുള്ള അഫ്ഗാനിസ്ഥാൻ, ജമ്മു കാശ്മീർ ബോർഡറിലൊക്കെ ഇത് കാണുന്നത്. അപ്പൊ ഇങ്ങനെ സ്കാറ്റേർഡ് ആയി കിടന്നിരുന്ന സാധനങ്ങളാണ് മഹാജനപദങ്ങൾ. എല്ലാ മഹാജനപദങ്ങളും ഗംഗയുടെ തീരത്താണെന്ന് പറഞ്ഞാൽ തെറ്റിപ്പോകും. കാരണം എന്താ, മാറിക്കിടക്കുന്നുണ്ട്. ഇത് സിന്ധുവിന്റെ ഭാഗമാണ്, ഇത് ഗോദാവരിയുടെ ഭാഗമാണ്. അപ്പൊ ഈ മാപ്പിന്റെ ഒബ്സർവേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളെ പറ്റി ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. മറ്റൊരു മാപ്പ്. ഓക്കെ, കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ ലൊക്കേഷൻ കാണിക്കുന്ന മറ്റൊരു മാപ്പാണ്. എന്താണ് മഹാജനപദങ്ങൾ? നമുക്കറിയാം, വേദകാലഘട്ടത്തിൽ, എടുത്തു പറഞ്ഞാൽ ഋഗ്വേദ കാലഘട്ടത്തിൽ ജനം എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വാക്ക് ഋഗ്വേദത്തിൽ ജനമാണ്. ഗോത്രം, ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ്. അത് പതുക്കെ ജനപദങ്ങളാകുന്നു. ജനപദങ്ങൾ എന്നാൽ ജനങ്ങൾ കാലെടുത്ത് വെച്ച സ്ഥലം. പാദം എന്ന് പറയുമ്പോൾ കാലം ഓർത്ത് അത് ടെറിട്ടറി. ഈ ജനപദങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്തിട്ട് അത് ചെറിയ ജനപദങ്ങളെ വലിയ ജനപദങ്ങൾ വിഴുങ്ങുന്നു. അങ്ങനെ ഇത് മഹാജനപദങ്ങളായിട്ട് മാറുന്നു. അപ്പോൾ അയൺ ഏജ് കാലഘട്ടത്തിൽ, ഇരുമ്പ് യുഗത്തിൽ ഇന്ത്യയിൽ 16 മഹാജനപദങ്ങൾ ഉണ്ടായിരുന്നു. ഏതാണ് ആ കാലഘട്ടം? ഏതാണ്? 6th സെഞ്ച്വറി BC ആണ്. 6th സെഞ്ച്വറി BCക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. ബുദ്ധമതം, ജൈനമതം തുടങ്ങിയ ഹെറ്ററോഡോക്സ് റിലീജിയൻസ്, വൈദിക് റിലീജിയനിൽ നിന്നും മാറി ചിന്തിച്ച ബുദ്ധമതത്തിന്റെയും ജൈനമതത്തിന്റെയും കാലഘട്ടവും ഇതാണ്. അപ്പോൾ ബുദ്ധനും ജൈനനും ഇതിലെ പല മഹാജനപദങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് മറ്റൊരു ഉപയോഗിക്കുക, അതും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ക്ലിയർ? അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്റ്റോൺ ഏജ്. അതിനുശേഷം നമ്മുടെ ഇൻഡസ് വാലി സിവിലൈസേഷൻ വരുന്നു. അത് ബ്രോൺസ് ഏജ് ആണ്. അതിനുശേഷം വേദകാലഘട്ടം വരുന്നു. ബ്രോൺസ് ഏജിന്റെ അവസാനം, അയൺ ഏജിന്റെ തുടക്കം. വേദകാലഘട്ടത്തിന്റെ അവസാനം, അതായത് ലേറ്റർ വേദിക് പീരീഡിനും ശേഷമാണ് നമുക്ക് ജനപദങ്ങളിൽ നിന്നും മഹാജനപദങ്ങൾ 16 ഉണ്ടാകുന്നത് മനസ്സിലാകുന്നത്. എന്താ ഈ മഹാജനപദങ്ങളുടെ പ്രത്യേകത? ഇവരുടെ ക്യാപിറ്റൽസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. പാടലിപുത്ര, ഉജ്ജയിനി, അല്ലെങ്കിൽ ഹസ്തിനപുര, ഇന്ദ്രപ്രസ്ഥ. ഇതൊക്കെ അന്നത്തെ വലിയ നഗരങ്ങൾ. അതായത് അർബനൈസേഷൻ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ത്യയിലെ നഗരവൽക്കരണം, സുഹൃത്തെ, ഇന്ത്യയിലെ ആദ്യത്തെ നഗരവൽക്കരണം ഏതാ? അത് ഇൻഡസ് വാലി സിവിലൈസേഷൻ ആണ്. ഹാരപ്പ, മോഹൻജോദാരോ, ചാനോദാരോ, കാലിബംഗൽ, ലോത്തൽ.
ഇന്ത്യൻ ചരിത്രത്തിലെ രണ്ടാമത്തെ നഗരവൽക്കരണം, സെക്കൻഡ് ഫേസ് ആണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്, ഈ മഹാജനപദങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. രണ്ട്, ഇവിടെ നമ്മൾ ഒരുപാട് രാജാക്കന്മാരെ പഠിക്കുന്നുണ്ട്. മഗധ ഭരിച്ച രാജാക്കന്മാരെ നമ്മൾ പഠിക്കുന്നുണ്ട്. ബിംബിസാരൻ, ബിന്ദുസാരൻ, അല്ലെങ്കിൽ അജാതശത്രു, അല്ലെങ്കിൽ ചന്ദ്രഗുപ്ത മൗര്യൻ, പുഷ്യാമിത്ര ശുംഗൻ. അങ്ങനെ ഒരു സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ, രാജാവിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഭരണം ആരംഭിക്കുന്നുണ്ട്. ഈ 16 മഗധ ഏറ്റവും പ്രോമിനന്റ് ആകാൻ കാരണം എന്താ? ഈ ജാർഖണ്ഡിൽ ഉണ്ടായിരുന്ന അയൺ ഡെപ്പോസ്റ്റ് ആണ്. അങ്ങനെ അയൺ ടെക്നോളജി വല്ലാതെ വളരുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ പിൽക്കാലത്ത് ചരിത്രത്തിൽ പഠിച്ച ഏൻഷ്യൻ ഇന്ത്യയിൽ നമ്മൾ ഏറ്റവും പ്രോമിനന്റ് ആയിട്ട് ആദ്യം പഠിക്കുന്ന മൗര്യന്മാരിലേക്കൊക്കെ എത്തുന്നത്. മഗധ ഭരിച്ചിരുന്ന പല പല രാജവംശങ്ങളിൽ ഒരു രാജവംശമാണ് മൗര്യ രാജവംശം എന്ന് പറയുന്നത്. കേട്ടോ, മഗധ ഭരിച്ചിരുന്ന പലരിൽ ഒരു രാജവംശമാണ് മൗര്യന്മാര്. അതിലൊരു രാജാവാണ് അശോകൻ. അതൊക്കെ നമുക്ക് പിന്നീട് പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, ഇതിന്റെ ഒരു ജോഗ്രഫിക്കൽ എക്സ്റ്റെന്റ് നിങ്ങൾ നോക്കുക. ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ മുതൽ ഇവിടെ ബീഹാർ, ബംഗാൾ വരെയുണ്ട്. ഇവിടെ ഹിമാലയം മുതൽ ഗോദാവരി നദി വരെയുണ്ട്. അപ്പോൾ എക്സ്ട്രീം സൗത്തിലേക്ക് നമുക്ക് ആരില്ലായിരുന്നു? മഹാജനപദങ്ങളായിരുന്നു. കർണാടക, തമിഴ്നാട്, അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശ്, കേരളം തുടങ്ങിയ ഭാഗത്തൊന്നും നമുക്ക് എന്തുണ്ടായിരുന്നില്ല? മഹാജനപദങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവരുടെ ജോഗ്രഫിക്കൽ എക്സ്റ്റെന്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഫണ്ടമെന്റൽ മാപ്പ് റീഡിംഗ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ മുതൽ അങ്ങ് കിഴക്ക് ബീഹാർ, ബംഗാൾ ഭാഗം വരെ, നോർത്തില് ഹിമാലയത്തിന്റെ താഴ്വരകൾ മുതൽ താഴെ ഗോദാവരി നദി വരെ, ഇത്രയുമായിരുന്നു നമ്മുടെ മഹാജനപദങ്ങൾ എന്ന് പറയുന്നത്. അതിൽ മെജോറിറ്റി ഉത്തർപ്രദേശ്, ബീഹാർ ഭാഗത്ത്. യാതൊരു സംശയമില്ലല്ലോ. ഫണ്ടമെന്റൽസ് സെറ്റായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഫണ്ടമെന്റൽസ് സെറ്റായിരുന്നു. അപ്പൊ നമുക്കറിയാം, നമ്മൾ രാജഭരണം എന്നുള്ള കേട്ടിട്ടുണ്ട്. തിരുവിതാംകൂറിലെ രാജഭരണം, കൊച്ചിയിലെ രാജഭരണം നമ്മൾ കേട്ടിട്ടുണ്ട്. കോഴിക്കോട് സാമൂതിരി ഭരണം കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഗുപ്തന്മാരുടെ ഭരണം. അതായത് രാജാവിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള രാജകേന്ദ്രീകൃത ഭരണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ എങ്ങനെ വിളിക്കുന്നത്? ഇതിനെയാണ് സുഹൃത്തെ നമ്മൾ മൊണാർക്കീസ് എന്ന് വിളിക്കുന്നത്. രാജ്യങ്ങൾ, രാജാവിനെ ചുറ്റിപ്പറ്റി രാജാവ് പവർഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ. ഈ മഹാജനപദങ്ങളിലെല്ലാം അങ്ങനെയായിരുന്നില്ല. മഹാജനപദങ്ങളിൽ മജോറിറ്റിയും രാജ്യങ്ങളായിരുന്നു, അല്ലെങ്കിൽ മൊണാർക്കികളായിരുന്നു, അല്ലെങ്കിൽ രാജഭരണങ്ങളായിരുന്നു. ബാക്കിയുള്ളതോ അതിനാണ് പ്രാധാന്യം. മാറി നിൽക്കുന്നവർക്കാണ് എപ്പോഴും പ്രാധാന്യം. ബാക്കിയുള്ളതായിരുന്നു റിപ്പബ്ലിക്കുകൾ. ഇന്ത്യയെ നമ്മൾ വിളിക്കുന്നില്ലേ, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് സോളംലി റിസോൾവ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻടു എ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. നമ്മൾ നേരത്തെ ചാനൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. പ്രിയാമ്പിളിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ റിപ്പബ്ലിക്കിന്റെ അർത്ഥം പറയുന്നുണ്ട്, ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ഈസ് എലക്റ്റഡ്. അന്ന് വലിയ ഇലക്ഷൻ ഉണ്ടെന്നല്ല, എന്നാൽ അന്ന് റിപ്പബ്ലിക് സ്വഭാവമുള്ള ചില നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു. നമുക്ക് പഠിക്കണം. ഇതിനെ ആ കാലഘട്ടത്തിൽ വിളിച്ചിരുന്നത് ഗണ അല്ലെങ്കിൽ സംഘ എന്നാണ്. ഗണസംഘങ്ങൾ. അപ്പോൾ ആരൊക്കെയാണ് മൊണാർക്കി എന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കേണ്ട, കാരണം അത് ഒരുപാട് പഠിക്കാനുണ്ട്. പക്ഷെ ആരൊക്കെയായിരുന്നു ഗണസംഘങ്ങൾ എന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കുക. ആരൊക്കെയായിരുന്നു റിപ്പബ്ലിക്കുകൾ? റിപ്പബ്ലിക് എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമല്ല, they were governed by assemblies of senior members. ഇന്ന് ലോക്സഭ, രാജ്യസഭ, ഈ പാർലമെന്റ് എക്സിക്യൂട്ടീവ്സിന് അക്കൗണ്ടബിൾ ആക്കുന്നില്ലേ? ഇപ്പൊ ലോക്സഭയിൽ മെജോറിറ്റി ഇല്ലെങ്കിൽ ഗവൺമെന്റ് താഴെ വീഴും. നോ കോൺഫിഡൻസ് മോഷൻ കൊണ്ടുവരാം, അവിശ്വാസ പ്രമേയം കൊണ്ടുവരാം. ആർട്ടിക്കിൾ 75 പ്രകാരം കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഷാൽ ബി കളക്ടീവ്ലി റെസ്പോൺസിബിൾ ടു ലോക്സഭ. ഇതൊക്കെ ഭാവിയിൽ നമുക്ക് പൊളിറ്റിയിൽ പഠിക്കേണ്ട കാര്യങ്ങളാണ്. നമുക്ക് പതുക്കെ പഠിക്കാം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പഠിക്കാം. അപ്പൊ ഇന്നത്തെ ജനാധിപത്യത്തിൽ കാണുന്ന ആ ഒരു ഫീച്ചർ, അസംബ്ലീസ് ഗവേണിംഗ് ദ സ്റ്റേറ്റ്സ്, രാജാവിനെ ഈ അസംബ്ലികൾ കൺട്രോൾ ചെയ്തിരുന്നു. ഒരുതരം നോ കോൺഫിഡൻസ് മോഷൻ പാസ്സാക്കാനുള്ള അവകാശം അവർക്കുണ്ടായിരുന്നു. അപ്പോൾ ഒരുതരം റിപ്പബ്ലിക്കുകളായിരുന്നു അത്. ഏതൊക്കെയാ റിപ്പബ്ലിക്കുകൾ? ഒന്ന് കുരു രാജവംശം, മഹാഭാരതവുമായിട്ട് ബന്ധപ്പെട്ട് കേട്ടിട്ടുണ്ട്. വൃജി അല്ലെങ്കിൽ വജ്ജി, മല്ല, പാഞ്ചാല, കാംബോജ, അങ്ങനെ കുറെ ഉണ്ട് കേട്ടോ. അങ്ങനെ ചെറുതും വലുതുമായിട്ട് കുറെ ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് നോട്ട് ചെയ്തോളുക, വൃജി എന്ന് പറയുന്ന അല്ലെങ്കിൽ വജ്ജി എന്ന് പറയുന്ന മഹാജനപതിയാണ്. മാപ്പ് ഒന്ന് സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ല ക്ലാരിറ്റിയുള്ള മാപ്പാണ്. അത്യാവശ്യം സൂം ചെയ്തോളൂ. ഇന്നത്തെ ബീഹാർ ഭാഗത്ത് നമുക്ക് വൈശാലി തലസ്ഥാനമായിട്ടുള്ള വൃജി അല്ലെങ്കിൽ വജ്ജിയെ കാണാനായിട്ട് സാധിക്കും. ഇതായിരുന്നു മഹാജനപദങ്ങളിലെ ഏറ്റവും പ്രാധാന്യമുള്ള റിപ്പബ്ലിക് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? വൃജിയുടെ കോഡൊക്കെ നമുക്ക് പഠിക്കാട്ടോ. ഈ മഹാജനപദങ്ങളെ പറ്റി നമ്മൾ എങ്ങനെയാണ് പഠിക്കുന്നത്? എന്താണ് ഇതിന്റെ പ്രധാനപ്പെട്ട സോഴ്സസ്, ഇൻഫർമേഷൻ? ഇൻഫർമേഷൻ നമുക്ക് തരുന്ന ഒരുപാട് ആർക്കിയോളജിക്കൽ എവിഡൻസുകളുണ്ട്. അതുകൂടാതെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ബുദ്ധമതവും ജൈനമതവും വളർന്നു വന്ന കാലഘട്ടമാണ്. സോ അന്നത്തെ കാലഘട്ടത്തിലെ പുസ്തകങ്ങളിൽ ഇവരെ പറ്റി പരാമർശിക്കും. ബുദ്ധമതത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ബുദ്ധിസ്റ്റ് ടീച്ചിങ്ങുകളെല്ലാം 3 ബാസ്ക്കറ്റുകൾ, 3 കുട്ടകളായിട്ട് അറേഞ്ച് ചെയ്തു എന്ന് പറയുന്നുണ്ട്. അതാണ് ത്രിപീഠകങ്ങൾ, 3 ബാസ്ക്കറ്റ്സ്. 3 ബാസ്ക്കറ്റ്സ് നമുക്കറിയാം: സൂത്രപീഠകം, വിനയപീഠകം, അഭിധമ പീഠകം. ഓക്കെ, ഇതിനകത്ത് വരുന്ന ചെറിയ ചെറിയ വർക്കുകളാണ് നിക്കായങ്ങൾ എന്നറിയപ്പെടുന്നത്. നിക്കായങ്ങൾ. ഓക്കെ, എനിക്ക് എല്ലാം ഈ ക്ലാസ്സിൽ പറയാൻ സാധിക്കില്ല.
പതുക്കെ പതുക്കെ ഓരോന്നായിട്ട് ഓരോരോ കെട്ടുകളായിട്ട് നമുക്ക് അഴിക്കാം. അതിലൊന്നാണ് അങ്കുട്ടാര നിക്കായ. ഒരു പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ ആണ്. അങ്കുട്ടാര നിക്കായ ഏത് പീഡകത്തിന്റെ ഭാഗമാണെന്ന് പറയണം കേട്ടോ. ഉത്തരം നിങ്ങൾ പറയുക. അങ്കുട്ടാര നിക്കായ എന്ന് പറയുന്ന ബുദ്ധിസ്റ്റ് വർക്ക് ഏത് പീഡകത്തിന്റെ ഭാഗമാണെന്ന് പറയുക. ഓരോ വേദങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഉപനിഷത്തുകളുണ്ടെന്ന് നമ്മൾ പറയില്ലേ, അതുപോലെ ഓരോ പീഡകങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിക്കായങ്ങളുണ്ട്. അങ്കുട്ടാര നിക്കായ ഏത് പീഡകവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതുപോലെ മറ്റൊരു പ്രീവിയസ് ക്വസ്റ്റൻ ആണ്, പലതവണ ചോദിച്ചിട്ടുണ്ട്. ബുദ്ധന്റെ മുൻകാല ജന്മങ്ങളെ പറ്റി പറയുന്ന, ബുദ്ധന്റെ പ്രീവിയസ് ബേർഡ്സിനെ പറ്റി പറയുന്ന കഥകൾ. പ്രീവിയസ് ബേർഡ്സ്, ജാതകം എന്ന് പറയുന്ന സാധനം എന്താ? നമ്മുടെ ഭൂതം ഭാവി വർത്താനൊക്കെ പറയില്ലേ, അങ്ങനെ ബുദ്ധന്റെ ബുദ്ധന്റെ ഭൂതകാലം പറയുന്ന കഥകളെയാണ് ജാതക കഥകൾ എന്ന് പറയുന്നത്. ഈ ജാതക കഥകളിൽ നമുക്ക് ആരെ കാണാൻ പറ്റും? മഹാജനപദങ്ങളെ കാണാൻ പറ്റും. ജൈന മതത്തിലേക്ക് വരുമ്പോൾ ഹിന്ദു, ജൈൻ, ബുദ്ധിസ്റ്റ് മതങ്ങളിൽ കോമൺ ആയിട്ട് പറയുന്ന സാധനങ്ങളാണ് സൂത്രങ്ങൾ എന്ന് പറയുന്നത്. അത് ഇന്ന മതത്തിന്റെ മാത്രമല്ല, ജൈന മതത്തിലെ വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള അവരുടെ ഒരു ടീച്ചിങ്സ്, ഒരു വർക്കാണ് ഭഗവതി സൂത്രം. അപ്പോൾ ഭഗവതി സൂത്രം എന്ന് പറയുമ്പോൾ ഹിന്ദു മതം എന്ന് വിചാരിക്കാൻ സാധ്യത കൂടുതലാണ്. ഭഗവതി എന്നൊക്കെ പറയുമ്പോൾ അല്ല, അതൊരു ജൈൻ ടെക്സ്റ്റ് ആണ്. ഈ ഭഗവതി സൂത്രത്തിൽ നമുക്ക് ആരെ കാണാൻ സാധിക്കും? മഹാജനപദങ്ങളെ കാണാനായിട്ട് സാധിക്കും. ഇതുപോലെ ഇന്ത്യയിലെ മറ്റുള്ള പുരാണങ്ങൾ, ഹിന്ദു പുരാണങ്ങൾ, മഹാഭാരതം, ഇതിലൊക്കെ നമുക്ക് മഹാജനപദങ്ങളുടെ എവിഡൻസ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ മഹാജനപദങ്ങൾ എന്താണെന്ന് പറഞ്ഞു, എത്രണ്ണം ഉണ്ടെന്ന് പറഞ്ഞു, എന്തൊക്കെയാണ് അതിന്റെ രണ്ട് നേച്ചർ എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നിനെയായിട്ട് കാണാം. 16 മഹാജനപദങ്ങളിൽ ഏറ്റവും ആദ്യത്തേത് അങ്ക. ലൊക്കേറ്റ് ചെയ്തേ, ഏറ്റവും കിഴക്കേ അറ്റത്ത് കാണുന്ന ഈസ്റ്റേൺ മോസ്റ്റ് മഹാജനപദം എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഇന്നത്തെ ബീഹാർ, ബംഗാൾ പ്രദേശം. ഇത് നമ്മുടെ സുന്ദർബൻസ് ആണ്, ഗ്യാൻജറ്റിക് ഡെൽറ്റയാണിത്. അപ്പൊ ഇത് ഈസ്റ്റ് ബംഗാൾ, ഇന്നത്തെ ബംഗ്ലാദേശ്. ഇത് വെസ്റ്റ് ബംഗാൾ, ഇത് ബീഹാർ. അപ്പൊ ബീഹാർ, വെസ്റ്റ് ബംഗാൾ ഭാഗത്ത് കാണുന്ന അങ്കയാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. എവിടെയാണ് പ്രസന്റ് ഡേ ലൊക്കേഷൻ? പ്രസന്റ് ഡേ ലൊക്കേഷൻ തെറ്റിക്കരുത്, ബീഹാർ, വെസ്റ്റ് ബംഗാൾ, ഈസ്റ്റേൺ മോസ്റ്റ് ആണ്. ഏത് നദിയുടെ തീരത്തായിരിക്കും? സ്വാഭാവികമായിട്ടും ഗംഗയുടെ തീരത്തായിരിക്കും. അങ്കയുടെ കോഡ് ഇത്ര മാത്രമാണ്. അങ്കത്തിന് പോയാൽ ഒന്നുകിൽ നമ്മൾ ചത്തുപോകും, അല്ലെങ്കിൽ നമ്മൾ ചാമ്പ്യനാവും. ഗാന്ധിജി ഡു ഓർ ഡൈ എന്ന് പറഞ്ഞില്ലേ? ഏത് മൂവ്മെന്റിനാ ഗാന്ധിജി ഡു ഓർ ഡൈ എന്ന് പറഞ്ഞ്? ഉത്തരം അറിയാവുന്ന ഒരു കമന്റ് ആയിട്ട് പറയുക കേട്ടോ. സെയിം സാധനം, ഒന്നുകിൽ ഡു ജയിക്കുക, ചാമ്പ്യൻ ആവുക, അല്ലെങ്കിൽ ചത്തുപോവുക. അങ്കത്തിന് പോയാൽ ചാമ്പ്യൻ ആവും. അങ്ക ചാമ്പ്യൻ, ചമ്പ എന്നോർക്കാം. അല്ലെങ്കിൽ അങ്കത്തിന് പോയി ചത്തുപോയി, അപ്പോഴും ചായുണ്ട്, ചമ്പ എന്നോർക്കാം. അങ്കയുടെ ക്യാപിറ്റലാണ് ചമ്പ. ചത്തുപോയി അല്ലെങ്കിൽ ചാമ്പ്യനായി അങ്കത്തിന് പോയപ്പോ. അപ്പോ ചമ്പ എന്ന് പറയുന്നത് പഴയൊരു നദിയുടെ പേരും കൂടിയാണ് കേട്ടോ. ഗംഗയുടെ പോഷക നദിയായിട്ടുള്ള ഇന്ന് ചന്ദൻ എന്നറിയപ്പെടുന്ന നദിയാണ് ചമ്പ. അപ്പൊ ചമ്പ നദി ഗംഗാ നദിയുടെ തീരത്താണ്. ഓർത്തിരിക്കാലോ, അങ്ക, ബീഹാർ, വെസ്റ്റ് ബംഗാൾ. ഏറ്റവും ഫണ്ടമെന്റൽ, ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ഫാക്ട് എന്താണ്? ഈസ്റ്റേൺ മോസ്റ്റ് മഹാജനപതിയാണ്. ഏറ്റവും കിഴക്കേറ്റത്ത് കാണുന്ന ഈസ്റ്റേൺ മോസ്റ്റ് മഹാജനപതിയാണ്. ക്യാപിറ്റൽ അങ്കത്തിന് പോയി ചാമ്പ്യനായി ചമ്പ, അല്ലെങ്കിൽ ചത്തുപോയി ചമ്പ. ഓക്കെ. 2, ഈ 16 മഹാജനപദങ്ങളിൽ ഏറ്റവും പ്രോമിനന്റ് ആയ, നമ്മളോട് ചോദിക്കാം ദ മോസ്റ്റ് പ്രോമിനന്റ് അല്ലെങ്കിൽ പിൽക്കാലത്ത് ഏറ്റവും വലുതായ ലാർജസ്റ്റ് മഹാജനപദ. എഴുതിയിട്ടൊരു മെന ആയില്ലല്ലോ, ഒന്നുകൂടെ മാറ്റി എഴുതാട്ടോ, മഗധ. എന്താ മഗധയുടെ പ്രത്യേകത? മഗധ വാസ് ദ മോസ്റ്റ് പ്രോമിനന്റ്. 16 ഏറ്റവും ഫേമസ് ആയി. അതിന് കാരണം എന്താണെന്നറിയോ? അതിന് കാരണം ഇന്നത്തെ ജാർഖണ്ഡിലുള്ള അയൺ ഡെപ്പോസിറ്റ് ആണ്. നിങ്ങൾ നോക്കി നോക്കൂ, ഇന്നും ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ അയൺ ഓർ മൈൻസും സ്റ്റീൽ ഇൻഡസ്ട്രികളുള്ളത് ജാർഖണ്ഡ് എന്ന് പറയുന്ന പ്രദേശത്തല്ലേ? ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് പ്രദേശത്തല്ലേ? ആ ഇരുമ്പും പിന്നെ വടിയുണ്ടായിട്ട് കാര്യമില്ല, എറിയാൻ അറിയാവുന്ന ആളുകൾ വേണം. കൃത്യമായിട്ട് എറിയാൻ അറിയാവുന്ന ബിംബിസാറിനെ പോലുള്ള, അജയശത്രുവിനെ പോലുള്ള, അല്ലെങ്കിൽ ചന്ദ്രഗുപ്ത മൗര്യനെ പോലുള്ള രാജാക്കന്മാർ വന്നപ്പോൾ മഗധ പ്രോമിനന്റ് ആയി എന്നുള്ളതാണ്. മഗധയുടെ ലൊക്കേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം, ബീഹാറാണ്. ബീഹാർ. മഗധ ഏതൊക്കെ നദിയുടെ സംഗമ സ്ഥാനത്താണ്? മഗധ വളരാനുള്ള മറ്റൊരു കാരണം അതാണ്, അന്ന് റെയിൽവേ ട്രാക്ക് സംവിധാനമില്ല. അപ്പോൾ ഒരു ചോദ്യം, ആദ്യമായിട്ട് ഇന്ത്യയിൽ റെയിൽ ഗതാഗതം വന്നത് ഏത് വർഷം, ഏത് സ്ഥലത്താണ്? അന്ന് ഫ്ലൈറ്റ് സംവിധാനമില്ല. അപ്പൊ അന്ന് നദികളാണ് ഈ കണക്ടിവിറ്റിക്ക് ഏറ്റവും പ്രാധാന്യമുള്ളത്. അങ്ങനെ നദികളുടെ തീരത്ത് 2 സ്ട്രാറ്റജിക് ആയിട്ടുള്ള നദി, ഗംഗയുടെ പോഷക നദിയായിട്ടുള്ള ഒരു നദിയാണ് സോൺ. ഗംഗയിലേക്ക് സോൺ നദി ചേരുന്ന സ്ഥലം, അതാണ് മഗധയുടെ പ്രാധാന്യം. ഗംഗയിലേക്ക് സോൺ നദി ചേരുന്ന സ്ഥലം. അപ്പൊ ഏറ്റവും പ്രാധാന്യമുള്ള മഹാജനപദം മഗധയാണ്. ആ മഗധയുടെ ക്യാപിറ്റൽ ഏതായിരിക്കും? ഏറ്റവും പ്രാധാന്യമുള്ള മഗധയുടെ ക്യാപിറ്റൽ ആദ്യത്തെ രാജാവിന്റെ വീടായിരിക്കില്ലേ? രാജാവിന്റെ വീട്ടിൽ വെച്ചിട്ടാണ് ഭരിക്കുന്നത്. ഏറ്റവും പ്രാധാന്യമുള്ള സ്ഥലം എന്ന് ഓർത്താൽ മതി. രാജാവിന്റെ വീട്, രാജാവിന്റെ ഗൃഹം. മനസ്സിലാക്കുക, മഗധയുടെ ക്യാപിറ്റൽ ആയിരുന്നു രാജഗൃഹ, രാജാവിന്റെ വീട്. അതാണ് നമ്മുടെ കോഡ്.
മഗധയുടെ ക്യാപിറ്റൽ ആയിരുന്നു രാജാവിന്റെ ഗൃഹം. രാജാവിന്റെ ഗൃഹം എന്ന് പറയുന്നത് ഇന്നത്തെ ബീഹാറിലെ രാജ്ഗീർ എന്ന് പറയുന്ന സ്ഥലമാണ്. പേര് മാറി രാജ്ഗീർ എന്നായി. മോഡേൺ പേര് രാജ്ഗീർ എന്നാണ്. പിൽക്കാലത്ത് മഗധ സാമ്രാജ്യം ഭരിച്ചിരുന്ന ഒരു രാജാവ്, ഹരിയങ്ക രാജവംശത്തിലെ ഒരു രാജാവ് തന്റെ ക്യാപിറ്റൽ ബീഹാറിൽ തന്നെയുള്ള പാടലീപുത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. പാടലീപുത്രം, മഗധയുടെ ക്യാപിറ്റൽ നിങ്ങൾ പാടലീപുത്രം എന്നാണ് പഠിച്ചിട്ടുള്ളത്. ഏത് രാജാവാണ് ക്യാപിറ്റൽ പാടലീപുത്രത്തിലേക്ക് മാറ്റിയതെന്ന് പറയുക? അപ്പൊ ഇതൊരു റിവിഷൻ പോലെ കൂടിയാണ്. എന്നോട് പലരും പറയും ചോദ്യം ചോദിക്കരുത്. ചോദ്യം ചോദിക്കാതെ പറ്റില്ല. ഇത് പഠിപ്പിക്കലും പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കലും ഞങ്ങൾ ഓൾറെഡി പഠിച്ചതിന്റെ റിവിഷനും കൂടിയാണ്. അപ്പൊ ചോദ്യത്തിന്റെ ഉത്തരം അറിയാവുന്നത് പറയുക. ഏത് രാജാവ് ക്യാപിറ്റൽ പാടലീപുത്രത്തിലേക്ക് മാറ്റിയത്? മാറ്റാനുള്ള കാരണം എന്തായിരുന്നു? അദ്ദേഹത്തിന് പാടലീപുത്രത്തിന്റെ പ്രാധാന്യം മനസ്സിലായി. ഗംഗ, സോൺ നദികൾ ചേരുന്ന സ്ഥലം. മോഡേൺ ഇന്ത്യയിലെ ബീഹാറിന്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള പാട്നയില്ലേ, അതാണ് പഴയ പാടലീപുത്രം. പേരിൽ തന്നെ സിമിലാരിറ്റി ഇല്ലേ? ഗംഗ, സോൺ നദികൾ ചേരുന്ന സ്ഥലം. ക്ലിയർ ആണല്ലോ? അപ്പൊ മഗധ രാജാവിന്റെ വീട്, രാജാവിന്റെ ഗൃഹം. മൂന്നാമത്തേലേക്ക് പോവാം. കാശി. ഇന്ന് നമ്മൾ മാറി ഉപയോഗിക്കുന്ന പേരാണ് കാശി, വാരണാസി, ബനാറസ് എന്നൊക്കെ പറയുന്നത്. ഫാലിമി സിനിമ എടുത്ത സ്ഥലം. ഫാലിമി സിനിമയില് നല്ല പ്രായമുള്ള അപ്പൂപ്പൻ്റെ ഒരു ആഗ്രഹം കാശിക്ക് പോകണം അല്ലേ? അപ്പൊ വയസ്സായാൽ കാശിക്ക് പോകും. ഒരാഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും. വയസ്സൊക്കെ ആയി, ഇനി കാശിക്ക് പോകാം. അതാണ് അതിന്റെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ. ഏതാണ് ദ ഓൾഡസ്റ്റ് മഹാജനപദ? ഏറ്റവും പ്രായമുള്ള മഹാജനപദ? പ്രായമുള്ളവർ പോകുന്ന സ്ഥലം കാശി എന്ന് ഓർത്താൽ മതി. എവിടെയാത് കാശി? ബനാറസ്, ഉത്തർപ്രദേശിലല്ലേ? ഇന്ന് നമ്മൾ മാറി ഉപയോഗിക്കുന്ന പേരാണ് കാശി, വാരണാസി എന്ന് പറയുന്നത്. ആ വാരണാസി ആയിരുന്നു അവരുടെ ക്യാപിറ്റൽ. അപ്പൊ ഏത് നദിയുടെ തീരത്തായിരിക്കും? ഗംഗയുടെ തീരത്തായിരിക്കും. സംശയമൊന്നുമില്ലല്ലോ. ആ ലൊക്കേഷൻ അറിഞ്ഞാൽ തന്നെ ഗംഗ, യമുന എന്നുള്ള കോഡിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റണം. അതാണ് ബേസിക് ജിയോഗ്രഫി ഇന്ത്യൻ നദികളെ പറ്റി അറിയുമ്പോൾ. അപ്പൊ 3 മഹാജനപദങ്ങളെ പറ്റി നമ്മൾ പഠിച്ചു. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നാലാമത്തേതാണ് വത്സയും ഉത്തർപ്രദേശിലാണ്. അതാ ഞാൻ ആദ്യമേ പറഞ്ഞത്. 16ൽ 10ലധികം ഉത്തർപ്രദേശ്, ബീഹാർ ഭാഗത്ത്, 10ലധികം ഗംഗയുടെയും അതിന്റെ പോഷക നദികളുടെയും തീരത്താണ്. ഓക്കെ, ഉത്തർപ്രദേശില് ഗംഗ, യമുന നദികളുടെ തീരത്താണ്, വളരെ ചേർന്നിട്ടാണ് നമുക്ക് വത്സ കാണാൻ സാധിക്കുന്നത്. ഗംഗയിലേക്ക് യമുന ചേരുന്ന സ്ഥലത്തേക്ക് സരസ്വതി കൂടെ വരുന്നു എന്ന് വിശ്വസിക്കുന്നു. അതാണ് ത്രിവേണി സംഗമം. നമ്മുടെ കുംഭമേള നടക്കുന്ന സ്ഥലം ഏതാണ്? പ്രയാഗ്രാജ്, പഴയ അലഹബാദ്. അപ്പൊ പ്രയാഗ്രാജിനോട് ചേർന്ന് വളരെയധികം ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമാണ് പ്രയാഗ്രാജ്, പഴയ അലഹബാദ്. പ്രയാഗ്രാജിനോട് ചേർന്ന് ഗംഗ, യമുന നദിയുടെ തീരത്താണ് നമുക്ക് വത്സ ഉത്തർപ്രദേശിലാണ്. ഇനി വത്സയുടെ തലസ്ഥാനമാണ്. നമ്മുടെ കോഡ് ഇതാണ്. വീടിനടുത്തൊരു വത്സലേച്ചി ഉണ്ടെന്ന് വിചാരിക്കുക. ഈ വത്സലേച്ചി എപ്പോഴും വന്നിങ്ങനെ കുശുമ്പ് പറഞ്ഞുകൊണ്ടിരിക്കും. വത്സല ചേച്ചി ഒരു കുശുംബിയാണെന്നുള്ളതാണ് നമ്മുടെ കോഡ്. അപ്പോൾ അതിൽ പൊളിറ്റിക്കൽ ഇൻകറക്ട്നെസ് തോന്നാം. സ്ത്രീകളെ മാറ്റം പറയുന്നതിനാ, എന്നാ പിന്നെ പുരുഷനെയൊക്കെ. വീടിനടുത്ത് ഒരു ചേട്ടനുണ്ട്, വത്സലൻ കുശുംബനാണ്. അപ്പോൾ ജെൻഡർ സ്പെസിഫിക് ആവുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് എടുക്കാം. ഒന്നുകിൽ വത്സലൻ ചേട്ടനെ എടുക്കാം, അല്ലെങ്കിൽ വത്സല ചേച്ചിനെ എടുക്കാം. രണ്ടുപേരും ഒന്നുകിൽ കുശുംബി അല്ലെങ്കിൽ കുശുംബനാണ്. കുശുംബി, കൗശാംബി. വത്സയുടെ ക്യാപിറ്റലാണ് കൗശാംബി. അപ്പോൾ വത്സ, കൗശാംബി ഉത്തർപ്രദേശിലെ ഒരു ഏൻഷ്യൻ സിറ്റിയാണ്. എന്താ കൗശാംബിയുടെ പ്രത്യേകത? വെരി ക്ലോസ് ടു പ്രയാഗ്രാജ് കേട്ടോ. കുംഭമേളയുമായിട്ട് ബന്ധപ്പെട്ട് വന്ന് പ്രയാഗ്രാജിനോട് ചേർന്ന് ഗംഗ, യമുന നദികൾ ചേരുന്ന സ്ഥലത്താണ്. 4 പഠിച്ചല്ലോ. 5ാമത്തേലേക്ക് നമുക്ക് പോകാം. കോസല എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, കോസല രാജ്യത്തെ രാജാവ്, കോസല രാജകുമാരൻ എന്നൊക്കെയാണ് നമ്മൾ ആരെ പറ്റി പഠിച്ചിട്ടുള്ളത്? ശ്രീരാമനെ പറ്റി പഠിച്ചിട്ടുള്ളത്. ശരിയല്ലേ? ശ്രീരാമനാമം എന്ന് തുടങ്ങുന്ന അതിമനോഹരമായിട്ടുള്ള ചിത്ര ചേച്ചി പാടിയ ഒരു പാട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ആ പാട്ട് ഇങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും കേട്ടോ. പ്രത്യേകിച്ച് മണ്ഡലമാസത്തിലൊക്കെ മണ്ഡലമാസം തന്നെ വേണമെന്നില്ല, പഴയ ആളുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ പഴയ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ സ്ഥിരം ആ പാട്ടുകൾ കേൾക്കും. ഓക്കെ, അപ്പൊ കോസലത്തിലെ പാട്ട് കേൾക്കുമ്പോൾ അതിലിങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. ശ്രീരാമനാമം എന്ന് പറഞ്ഞു കൂട്ടത്തിൽ പറയുന്നുണ്ട്. സരയൂ നദി പോൽ എന്ന് പറയുന്നുണ്ട്. അപ്പൊ സരയൂ നദിയും ആ പാട്ടിലുണ്ട്. പഴയ മലയാള സിനിമകളിൽ ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള PYQs ഉണ്ട്. അപ്പൊ ഇത്ര ഓർത്താൽ മതി. എന്താ കോസലം? ശ്രീരാമന്റെ വസതിയാണ്. ശ്രീരാമന്റെ ശ്രാവസ്തി, അതാണ് കോസലത്തിന്റെ ക്യാപിറ്റൽ. ശ്രീരാമന്റെ വസ്തി, ശ്രാവസ്തി. കോസലത്തിന്റെ പ്രത്യേകത എന്താണ്? കോസലം ഏത് നദിയുടെ തീരത്ത്? പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ. സരയൂ നദി, ഇന്നത്തെ സർജു നദി. 2, ഏത് മഹാജനപദയുടെ ഭാഗമായിരുന്നു അയോധ്യ? ശ്രീരാമനുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട സൈറ്റ് നമുക്കറിയാം, അയോധ്യയാണ്. ക്ലിയർ ആണല്ലോ? കോസലം.
ശ്രീരാമന്റെ വസതി ശ്രാവസ്തി. സരയൂ നദി പോലെന്നുള്ള പാട്ട് ഓർക്കുക, സരയൂ. ക്ലിയർ ആണ്? ഇതേ കോസലത്തിന് മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട് കേട്ടോ. മറ്റൊരു പ്രധാനപ്പെട്ട ദൈവമായിട്ട് ഈ സ്ഥലത്തിന് ബന്ധമുണ്ട്. കോസല വാസ് അസോസിയേറ്റഡ് വിത്ത് ഗൗതമ ബുദ്ധ. UPSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. ചോദ്യം ഞാൻ നിങ്ങൾക്ക് അവസാനം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്നുമില്ല, നമ്മൾ ബുദ്ധനെ വിളിക്കുന്നത് ശാക്യമുനി എന്നല്ലേ? കാരണം വേറൊന്നുമില്ല, ബുദ്ധന്റെ കുലം ഗോത്രം എന്ന് പറയുന്നത് ശാക്യ എന്ന് പറയുന്ന ഗോത്രമായിരുന്നു. നിങ്ങൾ ഈ മാപ്പ് നോക്കി ബുദ്ധന്റെ ശാക്യ എന്ന് പറയുന്ന ഗോത്രം കാണുന്നുണ്ടോ? ബുദ്ധൻ ജനിച്ചത് നേപ്പാളിലെ ലുംബിനി കപിലവസ്തുത നേപ്പാളാണ്, ഹിമാലയത്തിന്റെ ചുവട്ടിലാണ്. അതിനോട് ചേർന്ന് കിടക്കുന്നു കോസലം. കോസലത്തിന്റെ ക്യാപിറ്റലാണ് ശ്രാവസ്തി. കോസലത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട നഗരമാണ് അയോധ്യ. സ്വാഭാവികമായിട്ടും ഗംഗാ നദി ഒഴുകുന്നുണ്ട്. ഇവിടെ സ്പെസിഫിക് ആയിട്ട് നമുക്ക് പറയാം സരയൂ നദി. ക്ലിയർ ആണോ? അപ്പോൾ ഓരോ മഹാജനപദവും ഞാൻ പഠിപ്പിച്ചു തന്ന കോഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ആ മാപ്പ് സൂം ചെയ്ത് നോക്കണം. 2 പ്രാവശ്യം കാണുക, പിന്നെ അത് തെറ്റില്ല. 5 പഠിച്ചല്ലോ. 6ാമത്തേലേക്ക് പോവാം. 6ാമത്തത് സുരസേന. ഉത്തർപ്രദേശിലാണ് കേട്ടോ. സുരസേനയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് മധുരയാണ്. മധുര നമുക്കറിയാം. മധുര ആരുടെ നാടാണ്? മധുര വീരശൂരനായിട്ടുള്ള കൃഷ്ണന്റെ നാടല്ലേ? അല്ലെ? വീരശൂരനായ കൃഷ്ണൻ ഫ്രം മധുര എന്ന് ഓർത്താൽ മതി. അപ്പൊ മധുര ആരുടെ നാടാണ്? വീരശൂരനായ കൃഷ്ണന്റെ, ഭഗവാൻ ശ്രീകൃഷ്ണന്റെ നാടാണ്. മധുരയിൽ നിന്നും ഗുജറാത്തിലേക്ക് പോകുന്നു. കുറെ കഥയൊക്കെ ഉണ്ട് കംസനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട. എല്ലാ കഥയും പറയാൻ സമയമില്ല, നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ശ്രീകൃഷ്ണന്റെ ആ ഒരു യാത്രയുടെ കാരണമൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ യാദവന്മാരായിട്ട് ബന്ധപ്പെട്ട, ശ്രീകൃഷ്ണൻ യാദവ കുലവുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ. അപ്പൊ മധുര എന്ന് പറയുമ്പോൾ നോട്ട് ചെയ്തോളുക, അത് യാദവന്മാരും കൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ടാണ്. മധുര ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശിലെ പ്രധാനപ്പെട്ട നദി ഏതാ? ഗംഗയും യമുനയാണ്. എങ്ങനെയാ നമ്മുടെ കോഡ് എങ്ങനെയാണ്? വീരശൂരനായ, സുരസേന. അങ്ങനെ വീരശൂരനായ കൃഷ്ണന്റെ വീട് മധുരയാണെന്ന് നമുക്കറിയാം. സുരസേനയുടെ ക്യാപിറ്റല് മധുരയാണെന്ന് നമുക്കറിയാം. ദ മഹാജനപദ വിച്ച് വാസ് അസോസിയേറ്റഡ് വിത്ത് ദ ലൈഫ് ഓഫ് ലോർഡ് കൃഷ്ണ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, ശൂരസേന. ക്ലിയർ ആണേ? 6 പഠിച്ചല്ലോ. 7ാമത്തേലേക്ക് പോവാം. പാഞ്ചാല എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് പാഞ്ചാലിയാണ്. പാഞ്ചാലി വസ്ത്രാക്ഷേപം അല്ലെ? വളരെ മോശം അനുഭവം കൗരവന്മാരുടെ ഭാഗത്തു നിന്നും പാഞ്ചാലിക്ക് ഉണ്ടാകുന്നുണ്ട്. പാഞ്ചാലി വസ്ത്രാക്ഷേപം. പക്ഷെ എത്ര വസ്ത്രം അഴിച്ചിട്ടും ആ വസ്ത്രം തീരുന്നില്ല. ഭഗവാൻ അനുഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ കൗരവന്മാരുടെ അഹങ്കാരം തീർത്തു കൊടുത്തു. അപ്പോൾ പാഞ്ചാലി ഉടുത്തിരുന്ന ആ വസ്ത്രം ഏതായിരുന്നു? അത് കമ്പിളി ആയിരുന്നു എന്ന് ഓർത്താൽ മതി. അതായത് പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപത്തിന്റെ സമയത്ത് പാഞ്ചാലി കമ്പിളി ഉടുത്തിരുന്നു. അങ്ങനെ അവരുടെ അഹങ്കാരം തീർത്തു എന്ന്. പാഞ്ചാലി കമ്പിളി ഉടുത്തിരുന്നു, അങ്ങനെ അവരുടെ അഹങ്കാരം തീർത്തു. പാഞ്ചാല എന്ന് പറയുന്ന സുഹൃത്തെ ഉത്തർപ്രദേശിലാണ്. എഗെയിൻ യമുന നദിയുടെ തീരത്താണ്. നമ്മുടെ കോഡ് എന്താ? പാഞ്ചാലി കമ്പിളി ഉടുത്തു. പാഞ്ചാലയുടെ ക്യാപിറ്റലാണ് കമ്പിളി എന്ന് ഓർക്കുക, കാംബ്ലിയ. അപ്പോ നോർത്തേൺ ക്യാപിറ്റൽ, സദേൺ ക്യാപിറ്റൽ, അങ്ങനെ ചില മഹാജനപദങ്ങൾക്കുണ്ട്. പാഞ്ചാലയുടെ മറ്റൊരു ക്യാപിറ്റലാണ് അഹിച്ഛത്ര. മനസ്സിലാക്കുക, പാഞ്ചാലി കമ്പിളി ഉടുത്തു, കാംബ്ലിയ. കൗരവന്മാരുടെ അഹങ്കാരം തീർത്തു. അഹിച്ഛത്ര. മനസ്സിലാവുന്നുണ്ടോ എന്ന് പറഞ്ഞേ? പാഞ്ചാലി കമ്പിളിയെ ഉടുത്തു, കൗരവന്മാരുടെ അഹങ്കാരം അഹിച്ഛത്ര തീർത്തു. ക്ലിയർ? ഉത്തർപ്രദേശ് എഗെയിൻ ഗംഗാ യമുന നദിയുടെ തീരത്ത്. ഗംഗാ യമുന എന്നുള്ള ടെൻഷൻ വേണ്ട, കാരണം യമുന നേരെ ഒഴുകിയെത്തുന്നത് ഗംഗയിലേക്കാണ്. അലഹബാദിൽ വെച്ചിട്ട്, പ്രയാഗ്രാജിൽ വെച്ചിട്ട് ചേർന്നു. ഓക്കെ, സോ യമുന ഇസ് ദ ട്രിബ്യൂട്ടറി ഓഫ് ഗംഗ. നമുക്കറിയാം ഗംഗയുടെ ഏറ്റവും വലിയ ട്രിബ്യൂട്ടറിയും ഇന്ത്യയിൽ ഒഴുകുന്ന നദികളിലെ ഏറ്റവും വലിയ ട്രിബ്യൂട്ടറി പോഷക നദിയും യമുന തന്നെയാണ്. ഓക്കെ, അടുത്തതാണ് കുരു രാജവംശം. കുരു എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് എന്താ വരുന്നതെന്ന് എനിക്കറിയാം. ബാലരമ ബാലഭൂമി പിള്ളേരുണ്ടെങ്കിൽ കുരു രാജവംശത്തിലെ രാജാവ്, കുരു രാജവംശം, മഹാഭാരതമൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ഇല്ലേ? പാണ്ഡവര്, കൗരവര്. പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് മഹാജനപദ വാസ് അസോസിയേറ്റഡ് വിത്ത് മഹാഭാരതം? മഹാഭാരത കഥകളുമായിട്ട് ബന്ധപ്പെട്ട മഹാജനപദം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുരു രാജവംശമാണെന്ന് നിങ്ങൾക്കറിയാം. കുരു രാജവംശത്തിന്റെ ക്യാപിറ്റൽ, അതിനിപ്പോൾ പ്രത്യേകിച്ച് കോഡൊന്നും വേണ്ട. ബാലരമ ബാലഭൂമി നമ്മുടെ ചെറുപ്പം ചൈൽഡ്ഹുഡ് ഓസമാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഹസ്തിനപുരി എന്ന് പറയുന്ന നഗരം, അല്ലെങ്കിൽ ഇന്ദ്രപ്രസ്ഥം എന്ന് പറയുന്ന നഗരം ഇന്നത്തെ ഉത്തർപ്രദേശ് ഹരിയാന ബോർഡറിലാണ്. അതായത് ഉത്തർപ്രദേശിന്റെ വെസ്റ്റേൺ ഭാഗത്ത് ഹരിയാന ഡൽഹി നമുക്ക് കാണാം. ഹരിയാന ഡൽഹി ഉത്തർപ്രദേശ് ബോർഡറിലാണ് നമുക്ക് ഹസ്തിനപുരി അല്ലെങ്കിൽ
ഇന്ദ്രപ്രസ്ഥം കാണാനായിട്ട് സാധിക്കുന്നത്. കുരുവിന് പ്രത്യേകിച്ച് കോഡൊന്നും വേണ്ടല്ലോ. കുരു രാജവംശം മഹാജനപദം നിങ്ങൾക്കറിയാം. അടുത്തതാണ് 9ാമത്തേത് സുഹൃത്തെ, പേര് മത്സ്യ. പേര് മത്സ്യ. മത്സ്യ രാജസ്ഥാനിലാണ്. മത്സ്യയുടെ ക്യാപിറ്റല് വിരാട് നഗറാണ്. മത്സ്യ ഒഴുകുന്നത് ചമ്പൽ നദിയിലൂടെയാണ്. ചമ്പൽ നദി, ചമ്പൽ താഴ്വര, ഫൂലൻ ദേവി എന്ന് കേട്ടിട്ടുണ്ടാവും. ഈ ചമ്പല് ഒഴുകി 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 യമുനയിലേക്ക് പോകും. യമുന ഒഴുകി ഒഴുകി ഗംഗയിലേക്ക് പോകും. അപ്പൊ എങ്കിലും ഗംഗയുടെ തീരത്താണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. മത്സ്യ കുറച്ച് മാറിയ കാണുന്നത്. ഗംഗ, യമുന കുറച്ച് മാറി പോകുന്ന ചമ്പൽ നദി. അപ്പൊ ചമ്പൽ നദി എന്ന് ഓർക്കാം. ഇതിനെല്ലാത്തിനും കോഡുണ്ട് കേട്ടോ, എല്ലാത്തിനും കോഡുണ്ട്. വിരാട് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് വിരാട് കോഹ്ലിയാണ്. വിരാട് കോഹ്ലിയെ നമ്മൾ വിളിക്കുന്നത് കിങ് കോഹ്ലി എന്നല്ലേ, കിങ് കോഹ്ലി. അപ്പൊ രാജ വിരാട് കോഹ്ലി എന്ന് ഓർക്കാലോ. നമുക്കറിയാം വിരാട് കോഹ്ലി ഇപ്പൊ വെജിറ്റേറിയൻ ആണ്. മൂപ്പര് എനിക്ക് 2018-19 കാലഘട്ടത്തിലോ മറ്റാണ് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വെജിറ്റേറിയൻ ആയത്. വെജിറ്റേറിയൻ ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂപ്പർക്ക് മത്സ്യം ഭയങ്കര ഇഷ്ടമാണെന്ന് ഓർക്കുക കേട്ടോ. എനിക്ക് അറിഞ്ഞൂടെ ഇഷ്ടമാണെന്ന്. മത്സ്യം ഭയങ്കര ഇഷ്ടമാണ്. ഏത് മത്സ്യം, ഏത് മീനാണ് ഇഷ്ടം? നമ്മുടെ ചെമ്പല്ലിയാണ് മൂപ്പർക്ക് ഇഷ്ടം. നമ്മുടെ ചെമ്പല്ലിയാണ്. അപ്പൊ അനുഷ്കേച്ച് കാണാണ്ട് വിരാട് ഏട്ടൻ ഇടയ്ക്കിടയ്ക്ക് ചെമ്പല്ലി കഴിക്കാറുണ്ട്, മത്സ്യം കഴിക്കാറുണ്ട്. കിങ് കോഹ്ലി, രാജ വിരാട് കോഹ്ലി ചെമ്പല്ലി കഴിക്കാറുണ്ട്. രാജ വിരാട് കോഹ്ലി, രാജ വിരാട് കോഹ്ലി മത്സ്യം കഴിക്കാറുണ്ട്. മത്സ്യം മത്സ്യജനപദ. ക്യാപിറ്റൽ വിരാട് കോഹ്ലി. വിരാട് കോഹ്ലി വിരാട് നഗരം. എവിടെയാണത്? രാജ വിരാട് കോഹ്ലി, കിങ് കോഹ്ലി. രാജ രാജസ്ഥാൻ. എനിക്ക് എന്തൊരു അഭിമാനമാണെന്ന് നോക്കൂ. ഞാൻ സ്വതവേ സച്ചിൻ ഫാൻ ആണെങ്കിലും സച്ചിന് ശേഷം എല്ലാവരും കോഹ്ലിയിലേക്ക് എന്നുള്ളൊരു ട്രെൻഡാണല്ലോ. എനിക്ക് ഭയങ്കര അഭിമാനമുണ്ട്. പിന്നെ കോഹ്ലിനെ ഇഷ്ടമുള്ള മറ്റൊരു കാരണം മൂപ്പര് റൊണാൾഡോ ഫാൻ കൂടിയാണ്. അതുകൊണ്ട് കോഹ്ലിനെ ഇഷ്ടമാണ്. അപ്പൊ എനിക്ക് ഇതിൽ നിന്ന് ഇങ്ങനെ ഒരു കോഡ് കിട്ടിയപ്പോൾ നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിന് ഞാൻ നിങ്ങളൊരു കോഡ് പഠിപ്പിച്ചിട്ടുണ്ട്. SUI ക്രിസ്ത്യാനോ റൊണാൾഡോ 51 ക്യാപിറ്റൽ എയിൽ ക്ലോസ് C സോവറിറ്റി യൂണിറ്റി ഇന്റഗ്രിറ്റി. അത്രയും തന്നെ സന്തോഷം നിന്ന് മറ്റൊരു കോഡാണ്. അപ്പൊ രാജ വിരാട് കോഹ്ലി മത്സ്യം കഴിച്ചു. ഏതാണ്? ചെമ്പല്ലി. മത്സ്യം മത്സ്യ ജനപദ. വിരാട് കോഹ്ലി വിരാട് നഗരം. രാജ വിരാട് കോഹ്ലി കിങ് കോഹ്ലി രാജ രാജസ്ഥാൻ. ഏത് മീനാ കഴിച്ചത്? ചെമ്പല്ലി. ചമ്പൽ. അങ്ങനെ ചമ്പൽ നദിയുടെ തീരത്ത് എഗെയിൻ ഗംഗയുടെ ഒരു പോഷക നദിയാണ്. ഗംഗയിലേക്ക് പോകുന്ന യമുനയുടെ പോഷക നദിയാണ്. ചമ്പൽ നദിയുടെ തീരത്ത് രാജസ്ഥാനിലെ വിരാട് നഗരം മത്സ്യ. 9 അതിമനോഹരമായിട്ട് നമ്മൾ പഠിച്ചല്ലോ. തീരാറായിട്ടോ? ആകെ 16 ഉള്ളൂ. 10ാമത്തേതാണ് ചേതി അല്ലെങ്കിൽ ചെടി എന്നോർക്കാം. ഓക്കെ, സോത്തിവാട്ടി അല്ലെങ്കിൽ സുക്തിമാട്ടി എന്നാണ് ഇതിന്റെ പേര്. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചത് എവിടെയാ? ഉത്തർപ്രദേശല്ലേ, രാജസ്ഥാനാണ് മത്സ്യ. ഇതെവിടെയാണ്? ഇത് മധ്യപ്രദേശിലാണ്, ഉത്തർപ്രദേശില്ല. മധ്യപ്രദേശിലെ പ്രധാനപ്പെട്ട ഒരു റിവർ ഇന്റർലിങ്കിങ് പ്രോജക്റ്റ് നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാകും. കെൻ ബേട്വ റിവർ ഇന്റർലിങ്കിങ് പ്രോജക്റ്റ്. കെൻ ബേട്വ പ്രോജക്റ്റ് യമുന നദിയിലേക്ക് ഒഴുകിയെത്തുന്ന നദികളാണ്. ഒന്നിൽ വെള്ളം കൂടുതൽ, ഒന്നിൽ കുറവ്, രണ്ടും കൂടി ഇന്റർലിങ്ക് ചെയ്ത് വേനൽക്കാലത്ത് മധ്യപ്രദേശിന്റെ ബുന്ദേൽഖണ്ഡ് ഭാഗം നനയ്ക്കുക. കറണ്ട് അഫയേഴ്സിലുള്ള വർക്കാണ് കേട്ടോ അത്, കെൻ ബേട്വ പ്രോജക്റ്റ്. ഈ കെൻ ബേട്വ റിവർ ഇന്റർലിങ്കിങ് പ്രോജക്റ്റ് വന്നപ്പോൾ ഒരു പ്രദേശം വെള്ളത്തിൽ മുങ്ങിപ്പോവും. ഒരു ടൈഗർ റിസർവ് ആണത്. അത് ഏത് ടൈഗർ റിസർവ് ആണെന്നുള്ളത് നമ്മളോട് ചോദിക്കാം. ഏതാണെന്ന് ഉത്തരം അറിയാവുന്ന ഒരു കമന്റ് പറയുക കേട്ടോ. മധ്യപ്രദേശിലുള്ള ഒരു ടൈഗർ റിസർവ്, അതിന്റെ കുറച്ച് ഭാഗം വെള്ളത്തിൽ മുങ്ങിപ്പോവും. റെഡി? നമുക്ക് നമ്മുടെ കോഡിലേക്ക് വരാം. മധ്യപ്രദേശ് കോഡ് മദ്യമായിരിക്കുമല്ലോ. ഈ മദ്യം ചെടിക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ ചെടി വാടിപ്പോവില്ലേ? മദ്യം ചെടിക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ ചെടി വാടിപ്പോവും. അപ്പോൾ ഒരു കള്ളുകുടിയൻ ചേട്ടൻ സ്ഥിരം മദ്യം ചെടിക്ക് ഒഴിക്കും. അപ്പോൾ ആ ചേട്ടൻ്റെ വീട്ടിൽ ചേച്ചി പറയുമായിരിക്കും, മദ്യം ചെടിക്കൊഴിച്ചാൽ അത് വാടിപ്പോകും. മദ്യം ചെടിക്കൊഴിച്ചാൽ അത് വാടിപ്പോകും. മദ്യം മധ്യപ്രദേശ്. ചെടിക്കൊഴിച്ചാൽ ചേതി അത് വാടിപ്പോകും. വാടി, ദാ ഇവിടെ വാടി, സൂത്തിവാട്ടി, മതി, സുക്തിമതി. അങ്ങനെ ഓർത്തിരിക്കാം. എനിക്കറിയാം ഈ ഒരു പോർഷൻ ഓർത്തിരിക്കാൻ ഈ കോഡ് ഹെൽപ്പ് ചെയ്യില്ല. എല്ലാത്തിനും അടിപൊളി കോഡ് വരാൻ എന്തെങ്കിലില്ല. ഓക്കെ, ഇതിനേക്കാൾ ബെറ്റർ കോഡ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പറയുക, ഞാനിത് എഡിറ്റ് ചെയ്ത് അതാക്കാം. ഓക്കെ, അപ്പോൾ മതി, സുക്തിമതി. മദ്യം മധ്യപ്രദേശ്. ചെടിക്കൊഴിച്ചാൽ ചെടിയ അത് വാടിപ്പോകും. വാടി, സോത്തിവാട്ടി. ക്ലിയർ ആണല്ലോ? കോഡ് ക്ലിയർ ആണല്ലോ? അടുത്തത് വീണ്ടും മദ്യമാണ്, വീണ്ടും മധ്യപ്രദേശാണ്. വീണ്ടും മധ്യപ്രദേശാണ്. നേരത്തെ ചേട്ടനാണ് മദ്യം കുടിച്ചത്, ഇപ്പൊ ചേച്ചിയാണ് മദ്യം കുടിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താ നമ്മുടെ കോഡ്? അവൾ ഉജ്ജ്വലമായ മദ്യം കഴിച്ചു. അവള് മദ്യം കഴിച്ചു.
ചില ആളുകൾ പറയില്ലേ, സാധനം കഴിച്ചിട്ട് തലക്ക് കിക്കായി പോയി, ഭയങ്കരമായ സാധനം കഴിച്ചു. ചോട്ടാ മുംബൈയിൽ പറയില്ലേ, ടസ്കർ എന്നൊക്കെ പറയില്ലേ, മദ്യം കഴിച്ചിട്ട് പിന്നെ അതിൻ്റെതായ രീതിയിൽ നമ്മുടെ സ്വഭാവം മാറും, ബ്രാൻഡിനനുസരിച്ച് എന്ന് പറയില്ലേ. അപ്പോൾ അവൾ ഉജ്ജ്വലമായ മദ്യം കഴിച്ചപ്പോൾ ചേച്ചിക്ക് തോന്നി ചേച്ചി മഹിഷ്മതിയിലെ രാജ്ഞിയാണെന്ന്, നമ്മുടെ ബാഹുബലിന്റെ അമ്മ ആ ചേച്ചിയാണെന്ന് ഒരു തോന്നല്, ശിവഗാമി ദേവി അല്ലേ. അപ്പോ നേരത്തെ ചേട്ടൻ മദ്യം കഴിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു മദ്യം ചെടിക്കൊഴിച്ചാൽ അത് വാടിപ്പോവും, മദ്യം ചെടിക്കൊഴിച്ചാൽ അത് വാടിപ്പോവും. എന്നിട്ട് ആ ചേച്ചി മദ്യം കൊടുത്ത് കഴിച്ചു. അവൾ ഉജ്ജ്വലമായ മദ്യം കഴിച്ചു, മഹിഷ്മതിയുടെ രാജ്ഞിയാണെന്ന് പറഞ്ഞു. അവൾ അവന്തി, 11ാമത്തേത്. അവന്തി മദ്യം കഴിച്ചു, മധ്യപ്രദേശിലാണ്. അവൾ ഉജ്ജ്വലമായ മദ്യം കഴിച്ചു. ഉജ്ജ്വല, UJJ അങ്ങനെയല്ലേ, ഉജ്ജയിനി, മഹിഷ്മതിയിലെ രാജ്ഞിയാണെന്ന് പറഞ്ഞു. അപ്പോൾ അവന്തി എന്ന് പറയുന്ന വൺ ഓഫ് ദ ലാർജസ്റ്റ് മഹാജനപദാസ് ആയിരുന്നു മധ്യപ്രദേശ് ഭാഗത്താണ്. വലിപ്പം കണ്ടാൽ നിങ്ങൾക്കറിയാം. അതിന് 2 ക്യാപിറ്റൽ ഉണ്ടായിരുന്നു. നോക്കൂ, ഉജ്ജയിനിയും മഹിഷ്മതിയും. അപ്പോൾ ഉജ്ജയിനി, മഹിഷ്മതി കോഡ് കിട്ടുന്നല്ലോ. മധ്യപ്രദേശ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, മധ്യപ്രദേശിലൂടെ ഒഴുകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നദികളിൽ ഒന്നാണ് ക്ഷിപ്ര അല്ലെങ്കിൽ ക്ഷിപ്ര നദി. കുംഭമേള നടക്കുന്നത് പലരുടെയും മനസ്സിൽ പിന്നെ പ്രയാഗ്രാജിൽ മാത്രമാണ്. തെറ്റാണ്. കുംഭമേള നടക്കുന്ന സൈറ്റുകൾ ഏതൊക്കെയാണ്, അത് ഏതൊക്കെ നദിയുടെ തീരത്താണ് എന്നുള്ളത് നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ. ഉത്തരം അറിയാവുന്നവർ പറയുക. കുംഭമേള നടക്കുന്നത് 12 വർഷം കൂടുമ്പോൾ നടക്കുമല്ലോ, ഏതൊക്കെ സൈറ്റിലാണ് നടക്കുന്നത്, ഏതൊക്കെ നദിയുടെ തീരത്താണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും. അതിലൊരു സൈറ്റ് എന്ന് പറയുന്നത് ഉജ്ജയിനിയാണ്. ഉജ്ജയിനിൽ ക്ഷിപ്ര നദിയുടെ തീരത്താണ്. ക്ഷിപ്ര നദി ഒഴുകി ചമ്പലിലേക്ക് പോകുന്നു. അത് പിന്നെ പോയി യമുന വഴി ഗംഗയിലേക്ക് പോകുന്നു. അപ്പൊ എഗെയിൻ ഇത് ഗംഗയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അല്ലെങ്കിൽ മധ്യപ്രദേശിന്റെ അടുത്ത് താഴ്ഭാഗത്ത് നിൽക്കുന്ന ഇന്ത്യ, നോർത്ത് ഇന്ത്യ, സൗത്ത് ഇന്ത്യ എന്ന് ഡിവൈഡ് ചെയ്യുന്ന നദികളിലൊന്ന് നർമ്മദാ നദിയാണ്. ഇതാ ഇങ്ങനെ പടിഞ്ഞാട്ട് ഒഴുകുന്ന നർമ്മദാ നദി. അപ്പൊ ആ നദിയുടെ പേര് വേണമെങ്കിൽ തരാം. മോസ്റ്റ്ലി തരുന്നത് ക്ഷിപ്ര നദിയാണ് കേട്ടോ. അപ്പോൾ അവൾ ഉജ്ജ്വലമായ മദ്യം കഴിച്ചു. അവൾ അവന്തി, ഉജ്ജ്വലം, ഉജ്ജയിനി, മദ്യം, മധ്യപ്രദേശ്. മഹിഷ്മതിയിലെ രാജ്ഞിയാണെന്ന് പറഞ്ഞു. മഹിഷ്മതി ക്യാപിറ്റൽ സിറ്റി. ക്ലിയർ ആണോ? 11 ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. 12ാമത്തേലേക്ക് പോകാം. ഗാന്ധാര. ഗാന്ധാര എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഗാന്ധാരി ചേച്ചിന് ഓർമ്മ വരും. എന്തായാലും ഗാന്ധാരി ചേച്ചി കുരു രാജവംശത്തിലെ അന്ധനായൊരു രാജാവ്. ആ രാജാവിനെ കല്യാണം കഴിക്കുന്നു. രാജാവിന്റെ പേര് ഓർമ്മയുള്ളവരൊന്ന് പറയണേ. കുരു രാജവംശത്തിലെ അന്ധനായ രാജാവിനെ കല്യാണം കഴിച്ചിട്ട് ചേച്ചിയും കണ്ണു മൂടി കെട്ടി അല്ലേ. എന്റെ ഭർത്താവിന് കാണാൻ പറ്റാത്തത് എനിക്കും കാണണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് രണ്ടുപേർക്കും നടന്നു പോകാൻ പറ്റില്ല, കാരണം കാണാൻ പറ്റില്ലല്ലോ. അപ്പൊ ഒരു ഊബർ ബുക്ക് ചെയ്യും, ടാക്സി വരുമ്പോൾ കയറിയിരിക്കും, എന്നിട്ട് പോവാന്ന് പറയും. നമുക്ക് സിന്ധു നദിയിലേക്ക് പോവാം, നമുക്ക് ഗംഗ കാണാനായിട്ട് പോവാം, അങ്ങനെ പറയും. അപ്പൊ ഗാന്ധാര എന്ന് പറയുമ്പോൾ ഗാന്ധാരി ചേച്ചിനെ ഓർത്താൽ മതി. അതായത് അന്ധനായ ഭർത്താവിനെ കൂട്ടി ഗാന്ധാരി ചേച്ചി ടാക്സിയിലാണ് പോകുന്നത്, നടന്നു പോകാൻ പറ്റില്ല. അപ്പൊ ഗാന്ധാരയുടെ ക്യാപിറ്റൽ ടക്സീല അല്ലെങ്കിൽ തക്ഷശില. ഇന്നത്തെ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ ഭാഗത്ത് കാണുന്ന തക്ഷശിലയാണ് ഗാന്ധാരയുടെ ക്യാപിറ്റൽ. ക്ലിയർ ആണോ? ഇന്നത്തെ ഇന്ത്യക്ക് പുറത്താണ് എന്ന് പറയുമ്പോൾ ഈ ഭാഗം ഏത് നദിയുടെ തീരാ? പാകിസ്ഥാനുമായിട്ട് ഇന്ത്യ ഒപ്പിട്ടു ഇൻഡസ് വാട്ടർ ട്രീറ്റി. ഏത് വർഷം ഒപ്പിട്ടത്? ഏതൊക്കെ ഭരണാധികാരികൾ ഒപ്പിട്ടത്? അറിയാവുന്നവർ പറയുക. കുറെ കമന്റുകൾ ഈ വീഡിയോക്ക് താഴെ വരും, നിങ്ങൾ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം. ഓക്കെ, വേൾഡ് ബാങ്ക് മീഡിയേറ്റ് ചെയ്ത പാകിസ്ഥാനിലെ കറാച്ചി നഗരം, നമ്മുടെ ദുരന്തർ 2-ലെ കറാച്ചി നഗരത്തിൽ വെച്ച് വേൾഡ് ബാങ്ക് മീഡിയേറ്റ് ചെയ്ത ട്രീറ്റിയാണ് ഇൻഡസ് വാട്ടർ ട്രീറ്റി. 3 നദികൾ, ഇൻഡസ്, ജലം, ചെനാബ് പാകിസ്ഥാനും, രവി, ബിയാസ്, സത്ലജ് ഇന്ത്യക്കും അതോറിറ്റി കൈമാറുന്നു. ഇത്രയും ഞാൻ പറഞ്ഞില്ലേ. ഏത് വർഷം, ഏത് ദിവസം, ഏതൊക്കെ ഭരണാധികാരികൾ ഒപ്പിട്ടത്, അത് നിങ്ങൾ പറയുക. അപ്പൊ അവിടുത്തെ നദി ഏതാ? ഇൻഡസ് നദിയാണ്, ഗംഗയല്ല. ഇന്ത്യയുടെ പെനിൻസുലർ നദിയല്ല, സിന്ധു ആണ്. അഫ്ഗാനിസ്ഥാൻ വരുന്നുണ്ട്. അഫ്ഗാനിസ്ഥാന്റെ ക്യാപിറ്റൽ ഏതാ? കാബൂൾ. കാബൂളിലൂടെ ഒഴുകുന്ന നദി, അതേ പേരെ കാണാതെ പഠിക്കണ്ട, കാബൂൾ റിവർ. കാബൂൾ റിവർ ഒഴുകി സിന്ധുവിലേക്കാണ് പോകുന്നത്. കാബൂൾ ഈസ് എ ട്രിബ്യൂട്ടറി ഓഫ് ഇൻഡസ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ് ഇൻഡസിന്റെ ട്രിബ്യൂട്ടറീസ്. അങ്ങനെ കാബൂൾ നദി, ഇൻഡസ് നദി, ഇവിടെ അതിന്റെ തീരത്താണ് ഗാന്ധാര. ഗാന്ധാരി ചേച്ചി ടാക്സി പിടിച്ചു, അന്ധനായ ഭർത്താവിനെ കൂട്ടി ടാക്സി പിടിച്ചു പോകും. ടക്സീല. ക്ലിയർ ആണോ? അപ്പൊ കുറെ പുരാണങ്ങളും കുറെ തമാശകളും കുറെ ജോഗ്രഫിയൊക്കെ ചേർക്കുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. ക്ലിയർ? 13ാമത്തേക്ക് പോവാം. കംബോജ. കംബോജയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് പൂഞ്ചയാണ്. പൂഞ്ച. മറ്റൊരു പേര് രാജപുര. ഇന്നത്തെ ജമ്മു കാശ്മീർ അഫ്ഗാൻ ബോർഡറിലാണ് ഇത് കാണുന്നത്. എഗെയിൻ അഫ്ഗാനിസ്ഥാൻ, ജമ്മു കാശ്മീർ എന്ന് പറയുമ്പോൾ നദി സിന്ധു നദി, അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിലെ കാബൂൾ നദി. നമുക്കറിയാം പാകിസ്ഥാനി ഒക്യുപ്പൈഡ് കാശ്മീർ കൂടെ ഒഫീഷ്യലി നമ്മുടെ ഭാഗമായിട്ട് നമ്മൾ പറയുന്നുണ്ട്. ഇന്ത്യയുമായിട്ട് ഇന്റർനാഷണൽ അതിർത്തി ഏറ്റവും കുറച്ച് പങ്കിടുന്ന അഫ്ഗാനിസ്ഥാനാണ്. റഫ്ലി 100 കിലോമീറ്റർ നമ്മുടെ
ജമ്മു കാശ്മീരിന്റെ മുകളിൽ അഫ്ഗാനിസ്ഥാനുമായിട്ടൊരു ബൗണ്ടറി ഉണ്ട്. അതൊരു കോറിഡോർ, ഇടനാഴി എന്ന് അറിയപ്പെടുന്നത്. എന്ത് കോറിഡോർ ആണെന്ന് അറിയാവുന്നൊരു പറയുക കേട്ടാ. ഞാൻ പറയുന്നത് ഈ കോർണറിലുള്ള കോറിഡോറിനെ പറ്റിയിട്ടാണ്. പാകിസ്ഥാനി ഒക്യുപ്പൈഡ് കാശ്മീരിന്റെ ഭാഗമായിട്ടുള്ള നമ്മൾ കേട്ടിട്ടുണ്ടാകും, ജമ്മു കാശ്മീരിൽ ആക്രമണം വരുമ്പോൾ കാശ്മീരിലെ പൂഞ്ച് സെക്ടറിൽ വെടിവെപ്പ് ഇല്ലേ? കാശ്മീരിലെ പൂഞ്ച് സെക്ടറിൽ വെടിവെപ്പ്. കാരണം പൂഞ്ച് എന്ന് പറയുന്ന കാശ്മീർ പ്രദേശം പാകിസ്ഥാനോട് ചേർന്ന് കിടക്കുന്നത്. അപ്പോൾ മിക്കവാറും ആ ഭാഗത്ത് ആക്രമണം വരും. അപ്പോൾ കാശ്മീരിലെ പൂഞ്ച് സെക്ടറിൽ വെടിവെപ്പ്. അപ്പോൾ കാശ്മീരിലുള്ള പൂഞ്ച് സെക്ടർ പൂഞ്ച, ഓർമ്മയുണ്ടല്ലോ? കാശ്മീരിലുള്ള പൂഞ്ച് സെക്ടർ പൂഞ്ച. കാശ്മീർ രാജഭരണമായിരുന്നു നമുക്കറിയാം. കാശ്മീരിലെ രാജാവ് ഇന്ത്യയുടെയും പാകിസ്ഥാനും കൂടെ പോകാൻ താല്പര്യമില്ല എന്നും സ്വതന്ത്രമായിട്ട് നിൽക്കാൻ താല്പര്യമുണ്ടെന്നും പറഞ്ഞു. എന്നാൽ പാകിസ്ഥാൻ അറ്റാക്ക് ചെയ്തപ്പോൾ 947 ഇന്ത്യൻ ആർമിയുടെ സഹായത്തോടെ ഇന്ത്യയുടെ ഭാഗമാകുന്നു. ആർട്ടിക്കിൾ 370 പോലുള്ള സ്പെഷ്യൽ പ്രൊവിഷൻസ് വരുന്നു. അപ്പോൾ രാജാവ് ഇൻസ്ട്രുമെന്റ് ഓഫ് അക്സഷൻ ഒപ്പിട്ടിട്ടാണ് ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാകുന്നത്. ഓക്കെ, അപ്പോൾ കാശ്മീരിലെ പൂഞ്ച് സെക്ടറിൽ വെടിവെപ്പ് നടത്തി കഴിഞ്ഞാൽ രാജാവ് വടിയെടുക്കില്ലേ? കാരണം അവിടെ രാജഭരണമായിരുന്നില്ലേ? ഓർക്കുക, കാശ്മീരിലെ പൂഞ്ച് സെക്ടറിൽ വെടിവെപ്പ്, രാജാവ് കമ്പെടുത്തു. കമ്പ് കംബോജ. രാജാവ് രാജപുര, ക്യാപിറ്റലാണ് കാശ്മീരിലെ പൂഞ്ചിൽ വെടിവെപ്പ്. അപ്പൊ ഒന്നുകിൽ പൂഞ്ച അല്ലെങ്കിൽ രാജപുര ക്യാപിറ്റലാണ്. എവിടെയാണ്? രാജാവ് കമ്പെടുത്തു. അപ്പൊ എവിടെയാണ്? കംബോജ. കാശ്മീരിലെ പൂഞ്ച് സെക്ടർ. അപ്പൊ കാശ്മീർ അഫ്ഗാനിസ്ഥാൻ ബോർഡർ. അപ്പൊ എനിക്കറിയാം ഒരുപാട് കാര്യങ്ങൾ ചേർത്തിണക്കിക്കൊണ്ടാണ് നമ്മളൊരു കോഡ് ഉണ്ടാക്കുന്നത്. എന്തെങ്കിലുമൊക്കെ മറന്നു പോയാലും എന്തെങ്കിലും ഓർമ്മ വരണം. അതല്ലാതെ ഈ പറഞ്ഞ ചില കോഡിലെ ABCDK IJFPP അങ്ങനെ ഓർത്തിരുന്നു കഴിഞ്ഞാൽ അതിനകത്തൊരു കഥയില്ല. ഞാൻ മാക്സിമം നിങ്ങളോട് കഥ പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. നമ്മുടെ കോഡിലും കഥ തന്നെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ എല്ലാ തവണത്തെയും പോലെ എന്നോട് ചോദിക്കരുത് ഈ വീഡിയോ 15 മിനിറ്റ് ചെയ്യാമോ? സൗകര്യമില്ല. കാരണം ഇത്രയും കോഡ് പറയണമെങ്കിൽ തന്നെ സമയം എടുക്കും. അതുകൊണ്ട് ഒരു 3/4 മണിക്കൂറിന് വീഡിയോ ആയിരിക്കും കേട്ടാ. 14 അസ്മാക്ക അല്ലെങ്കിൽ അസാക്ക. അസ്മാക്ക അല്ലെങ്കിൽ അസാക്ക സൗത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ, അതായത് ഈ വിന്ധ്യ സത്പുരയ്ക്ക് താഴെ കാണുന്ന ഏക മഹാജനപതിയാണ് അസ്മാക്ക. അവരുടെ ക്യാപിറ്റല് പൗണ്ടന്യപുര എന്ന് വന്നിട്ടുണ്ട്. നിങ്ങൾ ഇത്രയും ഓർത്താൽ മതി. അവരുടെ ക്യാപിറ്റലാണ് പൈത്താൻ അല്ലെങ്കിൽ പ്രതിസ്ഥാന. നമ്മൾ ശതവാഹനന്മാരെ പറ്റി പഠിക്കുമ്പോൾ, ഗൗതമിപുത്ര ശതകർണിയുടെ ശതവാഹനന്മാരെ പറ്റി പഠിക്കുമ്പോൾ അവരുടെ ഒരു ക്യാപിറ്റൽ പൈത്താൻ അല്ലെങ്കിൽ പ്രതിസ്ഥാനാണെന്ന് പറയും. ഈ അസ്മാക്ക എന്ന് പറയുന്നത് മഹാരാഷ്ട്ര തെലങ്കാന ബോർഡറിൽ മഹാരാഷ്ട്രയിലാണ്. അപ്പൊ കുറെ കൂടെ താഴെയാണ്. മഹാരാഷ്ട്രയിൽ തുടങ്ങി കിഴക്കോട്ടൊഴുകി ആന്ധ്രാപ്രദേശ് വഴി ബേ ഓഫ് ബംഗാളിലേക്ക് പോകുന്ന നദി ഏതാ? ഗോദാവരി. UPSCയുടെ PYQ ആണേ. ഗോദാവരിയുടെ തീരത്ത് കാണും. ഇറ്റ് വാസ് ദ സദേൺ മോസ്റ്റ് മഹാജനപദ അല്ലെങ്കിൽ ഇറ്റ് വാസ് ദ ഓൺലി സദേൺ മഹാജനപദ. സൗത്ത് ഇന്ത്യ ഭാഗത്ത് കണ്ടിരുന്ന ഏക മഹാജനപദ അസാക്ക അല്ലെങ്കിൽ അസ്മാക്കയാണ്. എന്താ അതിന്റെ കോഡ് എന്താണെന്നറിയോ? ആസ്മയുള്ള ഒരു പ്രതിയാണ് നിങ്ങൾ ആസ്മയുള്ള ഒരു പ്രതിയാണ്. ആസ്മയുള്ള പ്രതിക്ക് ഗോതമ്പുണ്ട പറ്റില്ല. ജയിലിൽ കിട്ടുന്നത് ഗോതമ്പുണ്ടല്ലേ. ആസ്മ ഉണ്ടെങ്കിൽ ഗോതമ്പുണ്ട വിഴുങ്ങാൻ പറ്റില്ല. അസ്മാക്ക. പ്രതിക്ക് പ്രതിസ്ഥാന. ഗോതമ്പുണ്ട ഗോദാവരി. പറ്റില്ല പൈത്താൻ. അങ്ങനെ ഓർക്കാം. പൈത്താൻ അല്ലെങ്കിൽ പ്രതിസ്ഥാന. ആസ്മയുള്ള പ്രതിക്ക് ഗോതമ്പുണ്ട പറ്റില്ല. അസ്മാക്ക. പ്രതിസ്ഥാന. ഗോതമ്പുണ്ട ഗോദാവരി പറ്റില്ല. PAT പൈത്താൻ. PAT അല്ല PAIT ആണ് പൈത്താൻ. അത് ക്ലിയർ ആണല്ലോ. 15ാമത്തേക്ക് പോവാം. വജ്ജി അല്ലെങ്കിൽ വൃജി. വജ്ജി അല്ലെങ്കിൽ വൃജി മറ്റൊരു പേരും കൂടെ പറഞ്ഞു കേട്ടോ. വജ്ജിക. അത് ഒരു ഗ്രൂപ്പ് ഓഫ് ക്ലാൻസ്, ഗോത്രങ്ങൾ ഭരിച്ചിരുന്ന ഒരു മഹാജനപതിയാണ്. അപ്പൊ നോക്കിയാൽ മനസ്സിലാവുന്നത് ഇതാണ് വജ്ജി അല്ലെങ്കിൽ വൃജി എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, വജ്ജി അല്ലെങ്കിൽ വൃജിയുടെ ക്യാപിറ്റലാണ്. അതും വാ വച്ചാണ്. അങ്ങനെ ഓർത്തിരിക്കാം. വാ എന്ന് ഓർത്തിരിക്കാം. വജ്ജി അല്ലെങ്കിൽ വൃജിയുടെ ക്യാപിറ്റലാണ് വാ വച്ച് കൊടുക്കുന്ന വൈശാലി. ഇന്നത്തെ ബീഹാറിലാണ്. ഉറപ്പായിട്ടും ഏത് നദിയായിരിക്കും? ഗംഗാ നദിയായിരിക്കും. ലൊക്കേഷൻ വെച്ചറിയാലോ. ഏറ്റവും പ്രോമിനന്റ് ആയിരുന്ന റിപ്പബ്ലിക് ഏതായിരുന്നു? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഇതാണ്. അത് ഭരിച്ചിരുന്ന പല പല ക്ലാൻസ് ഉണ്ടായിരുന്നു. ആ പേരൊക്കെ നിങ്ങളൊന്ന് നോക്കണേ. ഒന്ന് ലിച്ചവി, ഒന്ന് ജ്ഞാത്രിക. ലിച്ചവി ക്ലാൻ ഗുപ്തന്മാരുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കും. ലിച്ചവിയുടെ മകളുടെ മകൻ ലിച്ചവി ദൗഹിത്ര എന്നറിയപ്പെടുന്ന ഒരു ഗുപ്ത രാജാവുണ്ട്. ഉത്തരം പറയുക. ജ്ഞാത്രിക കുലം വർദ്ധമാന മഹാവീരൻ എന്ന് പറയുന്ന ജൈനമതത്തിലെ 24ാമത്തെ തീർത്ഥങ്കരൻ ജനിച്ച ജ്ഞാത്രിക കുലത്തിലാണ്. അപ്പൊ അത്രയും പ്രാധാന്യമുള്ളതാണ്. അപ്പൊ ജൈനമതത്തിന് പ്രാധാന്യമുണ്ട്. ക്ലിയർ ആണോ? ഈ വജ്ജിയിലേക്ക് ബുദ്ധൻ പലതവണ സഞ്ചരിച്ചിരുന്നു. ഗൗതമ ബുദ്ധ
ഫ്രീക്വൻലി വിസിറ്റഡ് വജ്ജി. നിങ്ങളിങ്ങനെ ഓർത്താൽ മതി. ബീഹാർ ബുദ്ധൻ ജനിച്ചത് ലുംബിനിയിലാണ്. ബീഹാറിലെ ബോധഗയയിൽ വെച്ചിട്ടാണ് ബുദ്ധന് ബോധോദയം ഉണ്ടാകുന്നത്. ബോധോദയം ഉണ്ടായ ബുദ്ധനെ അവിടുത്തെ ജനങ്ങള് വാ വാ എന്ന് വിളിക്കില്ലേ? വാ വാ എന്ന് വിളിച്ചപ്പോൾ ബുദ്ധൻ ഇടയ്ക്കിടയ്ക്ക് പോയി. ശൂഷു എന്ന് വിളിച്ചാൽ തിരിഞ്ഞു നോക്കും എന്നൊരു സിനിമ പറയുന്നില്ല, അതുപോലെ വാ വാ എന്ന് വിളിച്ചപ്പോൾ പോയി. വാ വാ എന്ന് വിളിച്ചു. വാ വജ്ജി, വാ വൈശാലി. ആരെ വിളിച്ചു? ബുദ്ധനെ വിളിച്ചു. മറ്റൊരു പ്രീവിയസ് ക്വസ്റ്റൻ ആണ്, ബുദ്ധൻ ഫ്രീക്വൻലി വിസിറ്റ് ചെയ്ത മഹാജനപദ. ബുദ്ധനെ വാ വാ എന്ന് വിളിച്ചു. വജ്ജി വൈശാലി. ബീഹാറിലാണ്, ഗംഗയുടെ തീരത്താണ്. അപ്പോൾ ഓർത്തിരിക്കുക, ഇതേ ബീഹാറിൽ തൊട്ടടുത്ത് കിടക്കുന്ന പ്രദേശം ബോധഗയയിൽ വെച്ചിട്ടാണ് മൂപ്പർക്ക് ബോധോദയം ഉണ്ടായത്. ഇറ്റ് വാസ് ദ മോസ്റ്റ് പ്രൊമിനന്റ് റിപ്പബ്ലിക്. 15 ക്ലിയർ ആണല്ലോ. അടിപൊളിയായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, ഇത് ഹെൽപ്ഫുൾ ആയെങ്കിൽ ഹെൽപ്ഫുൾ ആയെന്ന് നിങ്ങൾ പറയണം. അതാണല്ലോ എനിക്ക് കിട്ടുന്ന അപ്രീസിയേഷൻ. ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, പറയാൻ ആഗ്രഹിക്കാത്തൊരു കാര്യമാണ്, പക്ഷേ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. ഏറ്റവും ഒടുവിലത്തെ മഹാജനതയിലേക്ക് പോകാം. 16ാമത്തേത് മല്ല. മല്ലയ്ക്ക് 2 ക്യാപിറ്റൽ ഉണ്ടായിരുന്നു. ഒന്ന് കുഷിനാര, മറ്റൊന്ന് പാവ. പാവ പാവ പുരിയല്ല കേട്ടോ, പാവയാണ്. ഞാൻ പുരീനെ എഴുതിയിട്ട് മനഃപൂർവ്വം വെട്ടുന്നതാണ്. എന്താ കാര്യം എന്ന് പറഞ്ഞുതരാം. ഒന്ന് കുഷിനാര, മറ്റൊന്ന് പാവ. ഉത്തർപ്രദേശിലാണ്, ഗംഗാ നദിയുടെ തീരത്താണ്, യാതൊരു സംശയമില്ല. കുഷിനാര അല്ലെങ്കിൽ കുഷ്യനഗർ നമുക്കറിയാം. എന്താ? ബുദ്ധന് മഹാപരിനിർവാണം കിട്ടിയ സ്ഥലമാണ്. ഉത്തർപ്രദേശിലെ കുഷിനാര അല്ലെങ്കിൽ കുഷ്യനഗർ എന്ന് പറയുന്നത് ബുദ്ധൻ മരണപ്പെട്ട മഹാപരിനിർവാണം കിട്ടിയ സ്ഥലം. അത് ഉത്തർപ്രദേശിലാണ് ആണല്ലോ, നമ്മൾ പഠിച്ചു. ഇതേപോലെ മഹാവീരന് നിർവ്വാണം കിട്ടിയ, മോക്ഷം കിട്ടിയ സ്ഥലം ഏതാ? അത് പാവപുരിയാണ്. അത് ബീഹാറിലെ പാവപുരിയാണ്. ബീഹാറിലെ പാവപുരി. നിങ്ങളിങ്ങനെ ഓർത്താൽ മതി. ബുദ്ധമതത്തിലെ മല്ലനാണ് ബുദ്ധൻ, ജൈനമതത്തിലെ മല്ലനാണ് മഹാവീരൻ. 2 മല്ലന്മാര് മരണപ്പെട്ട സ്ഥലം, 2 മല്ലന്മാര് മരിച്ച സ്ഥലം എന്ന് ഓർത്താൽ മതി. 2 മല്ലന്മാർ മല്ല മരണപ്പെട്ട സ്ഥലം, ബുദ്ധൻ മരണപ്പെട്ട മഹാപരിനിർവാണം നടന്ന സ്ഥലം കുഷ്യനഗര. അതൊരു ക്യാപിറ്റൽ. മഹാവീരൻ മരണപ്പെട്ട സ്ഥലം പാവപുരി, പാവ. ഇത് രണ്ടുമാണ് മല്ലയുടെ ക്യാപിറ്റൽ. ഞാൻ വീണ്ടും പറയട്ടെ, ദിസ് ഈസ് ഫാക്ച്വലി ഇൻകറക്റ്റ്. കാരണം വർദ്ധമാന മഹാവീരൻ മരണപ്പെട്ട പാവപുരി എന്ന് പറയുന്നത് ബീഹാറിലാണ്. ദിസ് പെർട്ടിക്കുലർ പാവ ഈസ് നോട്ട് ഇൻ ബീഹാർ, ഇറ്റ് ഈസ് ഇൻ ഉത്തർപ്രദേശ്. കുഷ്യനഗറിനോട് ചേർന്ന് കാണുന്ന ഒരു പാവയാണത്. അപ്പോൾ വീണ്ടും 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 ശ്രദ്ധിച്ചോളുക. മല്ലയുടെ ക്യാപിറ്റൽ ഒരെണ്ണം കുഷ്യനഗര, മറ്റൊരു ക്യാപിറ്റലാണ് പാവ. ഈ പാവ നമ്മൾ ഓർത്തിരിക്കുന്നത് എങ്ങനെയാ? 2 മല്ലന്മാര് മരിച്ച സ്ഥലങ്ങൾ, ബുദ്ധൻ മരിച്ച കുഷ്യനഗർ, മഹാവീരൻ മരിച്ച പാവപുരി, അതിന്റെ പാവ. പക്ഷെ മഹാവീരൻ മരിച്ച പാവപുരി ബീഹാറിലാണ്, നമ്മൾ ഈ പറയുന്ന പാവ ഉത്തർപ്രദേശിലാണ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ദാ UPSCയുടെ പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. 8-10ഓളം ചോദ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എല്ലാത്തിന്റെ ഉത്തരം നിങ്ങൾ പറയണം. ഒരു ഉത്തരം പോലും കിട്ടുന്നില്ല, ആണോ തോന്നുന്നു, അറിയില്ല എന്ന് പറയും. എല്ലാത്തിന്റെ ഉത്തരം 1 2 3 4 എന്ന് കമന്റ് ഇട്ടിട്ട് എനിക്ക് ഉത്തരത്തിൽ കാണാനായിട്ട് സാധിക്കണം. അസ്മാക്കയുടെ തീരത്തുള്ള നദി, കാംബോജ, അവന്തി, കോസല. ഈ ക്ലാസ് ഒന്നുകൂടെ കണ്ടിട്ട് കിട്ടുന്നുണ്ടോ നോക്കി. UPSC ഇന്നോവേഷൻ കൊണ്ടുവന്നു 1 and 2, 2 and 3. അങ്ങനെ വന്നാൽ എലിമിനേഷൻ പോസിബിൾ ആണ്. അതുകൊണ്ട് അവർ only 1, only 2, only 3, all the 4 എന്ന് പറഞ്ഞിട്ടുള്ളത്. ഏതാണ് ഉത്തരം എന്ന് പറയുക. UPSCയുടെ മറ്റൊരു ചോദ്യമാണ്, ബുദ്ധന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട മഹാജനപദങ്ങൾ. അവന്തി, ഗാന്ധാര, കോസല, മഗധ. ബുദ്ധൻ നേപ്പാളിൽ ജനിച്ച് ബീഹാറിൽ ബോധോദയം കിട്ടി, ഉത്തർപ്രദേശിൽ സാരനാഥിൽ ആദ്യമായിട്ട് പ്രഭാഷണം കൊടുത്ത് ഉത്തർപ്രദേശിലെ കുശിനഗറിൽ മരിച്ച വ്യക്തി. അപ്പൊ തന്നെ നിങ്ങൾക്ക് ജോഗ്രഫി വെച്ചിട്ട് മനസ്സിലാകും അവന്തി, ഗാന്ധാര, കോസല, മഗധ. ഉത്തർപ്രദേശ് ബീഹാർ ഭാഗത്തായിരിക്കും മൂപ്പർക്ക് ബന്ധമുള്ളത്. അല്ലാത്ത 2 നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാന്നേ. ഉത്തരം നിങ്ങൾ പറയണതാ. അതുപോലെ നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഞാൻ തന്നിട്ടുണ്ട്. 8ഓളം, പിന്നെ ബാക്കി ഓപ്ഷൻസ് കൂട്ടുമ്പോൾ 10ഓളം ചോദ്യങ്ങൾക്കുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. ഉത്തരം പറയുക, ക്ലാസ് കൃത്യമായിട്ട് കാണുക, ഉത്തരം പറയുക കേട്ടോ. ഈ ഡോക്യുമെന്റ് എവിടെ കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വീഡിയോയുടെ താഴെ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ തന്നിട്ടുണ്ട്. ഇനി അങ്ങനെയല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ QR കോഡ് സ്കാൻ ചെയ്തിട്ട് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് കയറാം. അതിൽ ഡെയിലി പോളുകളും ക്വിസുകളും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഇത് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. പറഞ്ഞ പോലെ 3/4 മണിക്കൂർ വീഡിയോ ഉണ്ട്. കൃത്യമായിട്ടിരുന്ന് കണ്ടോളണം, പഠിച്ചോളണം, ജോലി മേടിച്ചോളണം. മറ്റൊരു സെഷൻ വീണ്ടും കാണാം. ബൈ.